സങ്കീർത്തനങ്ങൾ 27-ാം അധ്യായം 1 മുതൽ 14 വരെ. 27-ാം അധ്യായം 1 മുതൽ 14 വരെ. യഹോവ എന്നെ വിളിച്ചും എന്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പീഡിക്കും? എന്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എന്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും. ഒരു സൈന്യം എന്റെ നേരെ പാളയമിറങ്ങിയാലും എന്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹിതം കാണുവാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും. എന്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. അനന്ത ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തും. ഇപ്പോൾ എന്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ എന്റെ തല ഉയരും. ഞാൻ അവന്റെ കൂടാരത്തിൽ ജയഘോഷയാഗങ്ങളെ അർപ്പിക്കും. ഞാൻ യഹോവയ്ക്ക് പാടി കീർത്തനം ചെയ്യും. യഹോവയെ ഞാൻ ഉറക്കെ വിളിക്കുമ്പോൾ കേൾക്കണമേ, എന്നോട് കൃപ ചെയ്ത് എനിക്ക് ഉത്തരമരണമേ. എന്റെ മുഖം അന്വേഷിക്കുമെന്ന് നിങ്ങളിൽ നിന്ന് കൽപ്പന വന്നു എന്ന് എന്റെ ഹൃദയം പറയുന്നു. യഹോവയെ ഞാൻ നിന്റെ മുഖം അന്വേഷിക്കുന്നു, നിന്റെ മുഖം എനിക്ക് മറക്കരുതേ. അടിയനെ കോപത്തോട് നീക്കിക്കളയരുതേ, നീ എനിക്ക് തുണയായിരിക്കുന്നു. എന്റെ രക്ഷയുടെ ദൈവമേ, എന്നെ തള്ളിക്കളയരുതേ, ഉപേക്ഷിക്കുമരുതേ. എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. യഹോവ നിന്റെ വഴി എന്നെ കാണിക്കണമേ. എന്റെ ശത്രുക്കൾ നിമിത്തം നേരെയുള്ള പാതയിൽ നിന്ന് നടത്തണമേ. എന്റെ വൈരികളുടെ ഇഷ്ടത്തിന് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുതേ. കള്ളസാക്ഷികളുടെ ക്രൂരതും വിശ്വസിക്കുന്നവരും എന്നോട് എതിർത്ത് നിൽക്കുന്നു. ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. യഹോവ എന്നെ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക. നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അതെ യഹോവ എന്നെ പ്രത്യാശ വയ്ക്കുക. യഹോവയെ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക. നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അതേ യഹോവയെ പ്രത്യാശ വയ്ക്കുക. വായിച്ചവരുടെ തിരുവചന വേദഭാഗം ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് പാടി നമ്മൾ അവനെ ആരാധിക്കാം. എല്ലാവരും നമ്മുടെ മനസ്സിലെ ഭാരങ്ങളെല്ലാവരും നഷ്ടമാക്കണം. നാം ഇന്ന് അനുഭവിക്കുന്ന സകല കഷ്ടതകളെയും നമുക്കൊരു നിമിഷം നോക്കാം. നമ്മെ തന്നെ മറന്ന് ഹൃദയത്തിൽ ആഴ്ന്ന് ഒരുമിച്ച് പാടി നമുക്ക് കർത്താവിനെ ആരാധിക്കാം.
അനുഗ്രഹത്തിനായി നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് രാത്രി നടക്കുന്ന കൺവെൻഷൻ്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു. അതിശക്തമായ രാത്രി കർത്താവിൻ്റെ ദാസനുള്ളിൽ സ്വന്തം അനുഗ്രഹിക്കപ്പെടുന്ന ശുശ്രൂഷകൾക്കായി സ്വന്തം പ്രകൃതിയെ നൽകി തരുന്നതോളം അനുകൂലമാക്കി നൽകിയതിനായി സ്വന്തം പല പ്രാവശ്യം മഴയുടെ തുള്ളികൾ നിരത്തിവിടെങ്കിലും യാതൊരു സമരാധരണമായി സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന വലിയ കൃപയ്ക്കായി സ്വന്തം നമ്മുടെ പ്രിയപ്പെട്ടവരെ വളരെ നേരത്തെ തന്നെ വളരെ വയസ്സനായി ഞങ്ങളുടെ നേശ്വരിക്കുകയും സ്വാതന്ത്ര്യം ചെയ്യുന്നു. രാത്രി കടന്നതിനെല്ലാം അനുഗ്രഹിക്കണമേ. രാത്രി കേൾക്കേണ്ട സന്ദേശത്തെ അനുഗ്രഹിക്കണമേ. മാനുഷിക ശബ്ദമല്ല, ദൈവത്തിന്റെ ഇമ്പമേറിയ ശബ്ദം രാത്രി കർത്താവിൽ കേൾപ്പിക്കേണ്ടതിനായി കർത്താവിന്റെ ദാസനെ കൈകെടുത്ത് ഉപയോഗിക്കണമേ. ഈ കടന്നു വരുന്ന ജനം കർത്താവെ അനുഗ്രഹം പ്രാപിച്ച് ദൈവവചനം കർത്താവെ അവർ കേട്ട് അനുഗ്രഹം പ്രാപിച്ച് ദൈവിക വിടുതൽ പ്രാപിച്ച് വളർന്നു സഹായിക്കണമേ. കടന്നു ജനത്തെ ദൈവം അനുഗ്രഹിച്ചാൽ നമുക്കൊരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കാം. நன்றியோடு உம்மை துதிக்கிறோம், ஸ்தோத்தரிக்கிறோம் அப்பா. நல்ல ஆண்டவரே, உம்மை நன்றியோடு துதிக்கிறோம். ஸ்தோத்திரம் 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 ஆண்டவரே. அப்பா, இந்த நல்ல ஒரு ஆராதனைக்காய் உம்மை துதிக்கிறோம், ஸ்தோத்தரிக்கிறோம் அப்பா. ஆண்டவரே, இவ்வளவாய் ஒரு கன்வென்ஷன் கூட்டத்தை அப்பா நீங்க எங்களுக்கு தந்தீரே, உமக்கு கோடி ஸ்தோத்திரம் அப்பா. வந்து ஆராதித்த இவ்வளவு நேரம் ஆண்டவரே, உம்மை ஆராதித்து பாடி ஆராதித்த பிள்ளைகளுக்காய் நான் ஜெபிக்கிறேன் அப்பா. ஒவ்வொருவரையும் ஆசீர்வதியும் ஆண்டவரே. உம்முடைய நாமம் மட்டும் மகிமைப்படட்டும். எங்களை மறைத்து ஆண்டவரே உம்மை வெளிப்படுத்தும் அப்பா. தாழ்த்தி உம்முடைய கரத்தில் தருகிறேன். இயேசுவின் நாமத்தில் ஜெபிக்கிறேன். ஜெபங்களும் ஜீவனுள்ள நல்ல தந்தையாம் பிதாவே, ஆமென். അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സന്നിധരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും യോഗത്തിലേക്ക് ഹർവമായി സ്വാഗതം ചെയ്യുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പരസ്യങ്ങളായിട്ട് ചില കാര്യങ്ങൾ ഓർപ്പിക്കട്ടെ. നമ്മുടെ ഹോളിൽ നടക്കുന്ന ആരാധനകൾ എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ 10:30 മണി മുതൽ 1 മണി നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയിൽ, എല്ലാ ചൊവ്വാഴ്ചകളിലും വൈകുന്നേരം 6 മണിക്ക് 9 മണി നടക്കുന്ന പബ്ലിക് ആരാധനയിൽ എല്ലാ പ്രിയപ്പെട്ടവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. സൺഡേ സ്കൂൾ ഞായറാഴ്ച വൈകുന്നേരം 5 മണിക്ക് എല്ലാ കുഞ്ഞുങ്ങളും നിർബന്ധമായി സൺഡേ സ്കൂളിൽ അയക്കുവാൻ പ്രത്യേകിച്ച് ഓർമ്മിക്കുകയാണ്. മറ്റു പരസ്യങ്ങളായി ഈ യോഗം പ്രോത്സാഹിപ്പിക്കുന്നത് രവി മാങ്കുന്നിൽ എന്ന സഹോദരനാണ്. അദ്ദേഹത്തിനും കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കുവാൻ പ്രത്യേകിച്ച് ഓർമ്മിക്കുന്നു. ചില വർഷങ്ങൾക്ക് മുമ്പ് ഉദ്ദേശം ഒരു 14 വർഷങ്ങൾക്ക് മുമ്പ്, ക്ഷമിക്കണം, ഒരു 18 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ നേരത്തെ ആയിരുന്ന നീറോട്ടുള്ള സ്ഥലത്ത് ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങൾക്ക് ഒരു ദിവസം ഭർത്താവിന് ദാസൻ കെ എബ്രഹാം പാസ്റ്റർ അന്ന് ഒരു മീറ്റിങ്ങിന് അവിടെ വന്നത് ഒരു 18 വർഷങ്ങൾക്ക് മുമ്പ്. അത് കഴിഞ്ഞ ശേഷം രണ്ടാമതായിട്ടൊരു 10 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഹാളിൽ ഈ സ്ഥലത്ത് കർത്താവിൻ്റെ ദാസൻ 3 ദിവസത്തെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അവിടെ ടീം ഉൾപ്പെടെയാണ് അവർ കടന്നു വന്നത്. നമ്മളിപ്പോൾ തങ്ങി 3 ദിവസം കഴിഞ്ഞ് ആ മീറ്റിംഗ് വളരെ മനോഹരമാക്കി കടന്നുപോയതാണ് നമ്മുടെ കർത്താവിൻ്റെ ദാസൻ. ഇത് 3ാമത്തെ പ്രാവശ്യമാണ് കർത്താവിൻ്റെ ദാസനെ നമ്മളിപ്പോൾ ക്ഷണിക്കുന്നത്. ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ ദാസൻ നമ്മോടൊപ്പം ഉണ്ടായിരിക്കും. തുടർന്നുള്ള ദിവസങ്ങളിലും നാളെയും മറ്റന്നാളും നടക്കുന്ന മീറ്റിങ്ങിനും എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ബുധനാഴ്ച ഈ മീറ്റിംഗ് അവസാനിക്കും. അതുവരെ എല്ലാ പ്രിയപ്പെട്ടവരും നിന്ന് വരാത്തവരെയും കൊണ്ടുവരാൻ പ്രത്യേകിച്ച് ഓർമ്മിക്കുന്നു. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഈ നമ്മുടെ ഹാളിലേക്ക്, അന്ന് ഈ ഹാള് കർത്താവിൻ്റെ ദാസൻ കാണപ്പോൾ ഇപ്പോൾ അത് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. അന്ന് ഈ ഹാള് ഒരു ചെറിയ ഒരു ഹാളായിരുന്നു. ഇതിൻ്റെ പകുതിയുള്ള ആ സ്ഥലത്ത്, പകുതിക്കപ്പുറമുള്ള സ്ഥലത്ത് ഒരു ചെറിയ ഷെഡാണ് ആ കാലത്തിട്ടിരുന്നത്. കർത്താവിൻ്റെ ദാസൻ വരുന്നതെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഷാമിയാനായിട്ട്
ഈ സ്ഥലമെല്ലാം ഷാമിയനായിട്ടാണ് ഞങ്ങൾ ഇവിടെയാണ് കർത്താവ് പ്രസംഗിച്ചത്. ഷാമിയന് വെളിയിൽ നിന്ന് ഷാമിയനെ വരുത്തിയാണ് അന്ന് ആ മീറ്റിംഗ് നടത്തിയത്. ഇപ്പം നമുക്ക് ഈ കാണുന്ന രീതിയിൽ മനോഹരമായൊരു ഹോള് നടത്തുവാൻ ക്രമീകരിക്കാൻ സർവശക്തനായ ദൈവം ഒരു അവസരം ഒരുക്കാൻ ദൈവത്തിന് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഇന്ന് മനോഹരമായ ഒരു ഹോളിൽ നമുക്ക് ആരാധിക്കുവാൻ സർവശക്തനായ ദൈവം ഒരു അവസരം ഒരുക്കിയിട്ടുണ്ട്. ഇന്നലെ പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു, ഈ യോഗത്തിൽ സന്നിധിയായിരിക്കുന്ന പാസ്റ്ററെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി ഞങ്ങളുടെ സഭയായി സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ ഈ തുടർന്ന് വളരെ നേരത്തെയാണ് കർത്താവിൻ്റെ ദാസൻ ഞങ്ങൾ മൈക്ക് കൊടുക്കാൻ പോകുന്നത്. ഒരു പാട്ട് എല്ലാവരും ചേർന്ന് കരകളടിച്ച് ഗ്രൂപ്പായി പാടിയ ശേഷം കർത്താവിൻ്റെ ദാസൻ നമ്മോട് ദൈവം സംസാരിക്കും. സന്തോഷമുള്ള കാര്യം പറഞ്ഞാൽ ഹല്ലേലൂയ. ഓക്കെ. ഹല്ലേലൂയ. എല്ലാവർക്കും എഴുന്നേറ്റ് കരങ്ങൾ അടിച്ച് പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. യേശു നല്ലവൻ, അവൻ വല്ലവൻ, അവൻ ദയയോ എന്നുമുള്ളത്. ഹല്ലേലൂയ. നമ്മുടെ യേശു നല്ലവനാണ്. ഹല്ലേലൂയ. നമ്മുടെ അനുഗ്രഹിക്കുവാൻ, നമ്മുടെ ശക്തിപ്പെടുത്തുവാൻ പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, നമ്മുടെ കർത്താവ് നല്ലവനാണ്. ആ നല്ലവനെ നമുക്ക് കരങ്ങളടിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
സന്തോഷമുള്ള കാര്യം പറഞ്ഞാട്ടെ. നന്ദി പറഞ്ഞപ്പോൾ ഒരു കാര്യം വിട്ടുപോയി. നമ്മുടെ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് നമ്മുടെ ചർച്ചകളുള്ള കൊയറാണ്. അവർക്ക് പ്രത്യേകിച്ച് ഈ സമയം നന്ദി അറിയിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളാണ് എല്ലാവരും പാടിയത്. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്ന് കർത്താവദാസൻ നമ്മോട് ദൈവവചനം സംസാരിക്കും. എല്ലാവരും ചേർന്ന് കരങ്ങളത്തിൽ ക്ഷണിച്ചാൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ രാത്രി കർത്താവിൻ്റെ പാദപീഠത്തിൽ നിങ്ങളോട് ഒരുമിച്ച് എളിമനായിരിക്കും ഈ ആത്മീയ സമ്മേളനത്തിൽ പങ്കുചേരുവാൻ, സർവശക്തനായ കർത്താവിനെ ആരാധിപ്പാൻ, ദൈവനാമത്തെ ഉയർത്തുവാൻ കർത്താവ് തന്ന വലിയൊരു അവസരത്തിനായി കർത്താവിനെ സ്തുതിക്കാം. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള അവസരങ്ങൾ യാദർച്ഛികമായിട്ട് സംഭവിക്കുന്നതല്ല, ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഇവിടെ ഈ കൺവെൻഷൻ നടക്കുന്നതും ഇന്ന് രാത്രി ഞാൻ ഇവിടെ നിങ്ങളുടെ കൂടെ ആയിരിക്കുന്നതുമെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഹല്ലേലൂയ. ഇന്ന് ഇവിടെ വന്നിരിക്കുന്നതിൽ എത്ര പേർ വിശ്വസിക്കും ഇന്ന് എൻ്റെ അനുഗ്രഹത്തിൻ്റെ രാത്രിയാണ് വിശ്വസിക്കുന്നത്? ഇന്ന് എൻ്റെ അനുഗ്രഹത്തിൻ്റെ രാത്രിയാണ്. എൻ്റെ കർത്താവ് എന്നെ അനുഗ്രഹിക്കാൻ പോകുന്ന ദിവസമാണ് എൻ്റെ രാത്രി എന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. മുഖവരകൾ ദീർഘിപ്പിക്കാതെ കർത്താവിന്റെ തിരുവചനത്തിൽ നിന്ന് നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. എല്ലാ ദൈവമക്കളും വളരെ പ്രാർത്ഥനയോടുകൂടിയായിരിക്കുമ്പോൾ കർത്താവിന്റെ തിരുവചനത്തിലെ ഒരു ഭാഗം വായിച്ചു കൊടുത്തുടങ്ങാം. നെഹമ്യാവിന്റെ പുസ്തകം അതിന്റെ 4-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം വായിച്ചുകൊണ്ട് ഇന്ന് രാത്രി ദൈവവചന ശുശ്രൂഷ ആരംഭിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. യെസ്. ഈ വായിക്കാൻ കൊടുത്തിരിക്കുന്ന ആൾക്കാരെ ബുക്ക് ആ ലിസ്റ്റ് പഠിച്ചു കൊടുക്കും. ഒന്നുകൂടെ വായിച്ചു മക്കളെ. 4-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം. ഈ ദുർബലന്മാരായ യഹൂദന്മാർ എന്തു ചെയ്യാൻ പോകുന്നു? ഈ ദുർബലന്മാരായ യഹൂദന്മാർ എന്തു ചെയ്യുവാൻ പോകുന്നു? അവരെ സമ്മതിക്കുമോ? അവരെ സമ്മതിക്കുമോ? അവർ യാഗം കഴിക്കുമോ? അവർ യാഗം കഴിക്കുമോ? ഒരു ദിവസം കൊണ്ട് പണി തീർത്ത് കളയുമോ? ഒരു ദിവസം കൊണ്ട് പണി തീർത്ത് കളയുമോ? വെന്ത് കിടക്കുന്ന ചണ്ടിക്കൂമ്പാരങ്ങളിൽ നിന്ന്, തിരുവനന്തപുരം ജില്ലയിൽ വെന്ത് കിടക്കുന്ന ഈ ചണ്ടിക്കൂമ്പാരങ്ങളിൽ നിന്ന് അവർ കല്ല് ജീവിപ്പിക്കുമോ? അവര് കല്ലുകളെ ജീവിപ്പിക്കുമോ എന്നിങ്ങനെ തന്റെ സഹോദരന്മാരും ശമരിയ സൈന്യവും കേൾക്കെ പറഞ്ഞു എന്ന് എല്ലാവരും പറഞ്ഞു. സ്തോത്രം. ആമേൻ. ഒരു നിമിഷം എല്ലാവരും കണ്ണുകൾ അടച്ചാണ്. എല്ലാ പ്രിയപ്പെട്ടവരും ഒരു നിമിഷം കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചാണ്. ഇത് ഈ പഴയ നിയമത്തിനകത്ത് നെഹമ്യാവിനോട് ചോദിച്ചൊരു ചോദ്യം മാത്രമല്ല, ഈ ആധുനിക ലോകത്തിൽ നമ്മളോടെല്ലാം ബഹുമാനപ്പെട്ട പാപ്പച്ചൻ പാസ്റ്ററോടും കെ എബ്രഹാമിനോടും ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്, നിങ്ങൾ ഈ ചട്ടിക്കൂമ്പാരത്തിനകത്തുനിന്ന് കല്ലുകൾ ജീവിപ്പിക്കുമോ? നിങ്ങൾ ഒരു ദിവസം കൊണ്ട് പണി തീർത്ത് കളയുമോ? അല്ല, ഒരു ദിവസം എന്നുള്ളത് 3 ദിവസമാക്കിക്കോ. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? വെല്ലുവിളിയാണ്. പൈശാചിക ശക്തികളുടെ അന്ധകാരത്തിന്റെ പോരുകൾ ഒരു വെല്ലുവിളിയുടെ ശബ്ദമാണ് അവിടെ കേൾക്കുന്നത്. നിങ്ങൾ സഭ പണിയുമോ? നിങ്ങൾ കല്ല് ജീവിപ്പിക്കുമോ? നിങ്ങൾ ആൾക്കാരെ കൊണ്ടുവരുമോ? നിങ്ങൾ എന്ത് ചെയ്യും? ആമേൻ. നടക്കത്തില്ലെന്ന് പറഞ്ഞ് വാതുകെട്ടി നിൽക്കുന്ന ഒരു ദുഷ്ട പ്രബല ശക്തിയുടെ വെല്ലുവിളിയുടെ മുമ്പിലാണ്
സഭ നിൽക്കുന്നത് 2024 കർത്താവിന്റെ സഭ നിൽക്കുന്നത് വെല്ലുവിളിയുടെ മുമ്പിലാണ്. എല്ലാ പ്രിയപ്പെട്ടവരും സ്തോത്രം ചെയ്ത് പറഞ്ഞാട്ട് നെഹമ്യാവിന്റെ പുസ്തകത്തിനകത്തെ വെല്ലുവിളിക്ക് നെഹമ്യാവ് തന്നെ ഒരു മറുപടി പറയുന്നുണ്ട്. അതെങ്ങനെയാണ്? ഞങ്ങളുടെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിച്ച് തരും. അവൻ എല്ലാവരും വാതുറന്ന് പറയാൻ, ഞങ്ങളുടെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിച്ച് തരും. കൃപയുടെ എത്ര പേര് ഇന്ന് രാത്രി ഇതിനകത്ത് ശബ്ദം കേൾക്കുന്നുണ്ട്? അവരെല്ലാവരും പറയാൻ, ഞങ്ങളുടെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിച്ച് തരും. ഞങ്ങളുടെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിച്ച് തരും. ഞങ്ങളുടെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിച്ച് തരും. ആരെല്ലാം എതിർത്ത് നിന്നാലും, ഏതെല്ലാം അന്ധകാരശക്തി എതിർത്ത് നിന്നാലും, ഇവിടെ ഇരിക്കുന്ന ചിലരോട് പ്രവചന ദൂതയും പറയുന്നു, നിന്റെ കുടുംബത്തിന് വിരോധമായി ആരെല്ലാം നിന്നാലും നിന്റെ ബിസിനസ് വിജയിക്കും, നിന്റെ മക്കൾ ജയിക്കും, അവരുടെ ജീവിതം അനുഗ്രഹമാക്കും. അവൻ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, ആരെല്ലാം നിന്നെ തകർക്കുമെന്ന് പറഞ്ഞാലും, ആരെല്ലാം നിന്നെ മുടിച്ചു കളയുമെന്ന് പറഞ്ഞാലും നീ ജയിക്കും, നീ തോൽക്കത്തില്ല. ഈ പ്രവചനം ഏറ്റെടുക്കുന്ന എത്ര പേരിനകത്തുണ്ട്? നിനക്കെതിരെ എന്ത് അപവാദം പറഞ്ഞാലും, നിനക്കെതിരെ എന്ത് നിന്ന പറഞ്ഞാലും നീ തോറ്റു പോകത്തില്ല. നീ തോറ്റു പോകത്തില്ല, നീ ജയിക്കും, നീ ജയിക്കും. നിന്റെ ജീവിതത്തിന്റെ സാമ്പത്തിക വരുമാനങ്ങളെ മുടക്കിക്കളയാൻ ശ്രമിക്കുന്ന അന്ധകാരശക്തി ജയിക്കത്തില്ല. ശത്രു നിന്റെ മുമ്പിൽ മുട്ടുമണക്കും, മുട്ടുമണക്കും. പ്രാർത്ഥിക്കുന്ന നിന്റെ മുമ്പിൽ ശത്രു മുട്ടുമണക്കും. ഈ പ്രവചനം എന്നോടാണ് പറ. ഈ പ്രവചനം ഞാൻ ഏറ്റെടുക്കുന്നത് പറ. മരുന്ന് കഴിച്ച് മടുത്തുപോയ, ഒരുപാട് മരുന്ന് കഴിച്ചിട്ട് വിടുതലില്ലാത്ത രോഗം ഇന്ന് രാത്രി ആരാധനയിൽ സൗഖ്യമാക്കുന്ന ദൈവം വരുന്നു, വന്നിട്ടുണ്ട്. തൊടുന്നു, ദൈവത്തിന്റെ അത്ഭുത കരം വെളിപ്പെടുന്നു. Receive the message, receive the message. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിന്റെ കരം ചലിക്കട്ടെ. ആരാധിക്കുന്ന ദൈവത്തിന് നിന്റെ നാവുകൾ ചലിക്കട്ടെ, നിന്റെ കരങ്ങൾ ചലിക്കട്ടെ, നിന്റെ ഹൃദയം തുടിക്കട്ടെ. ഇന്ന് രാത്രി യേശുവിന്റെ കരം വെളിപ്പെടുന്ന രാത്രിയാ, ദൈവ മഹത്വം വെളിപ്പെടുന്ന രാത്രിയാ, പരിശുദ്ധാത്മാവ് തൊടുന്ന രാത്രിയാ. ഇത് മറക്കാനാവാത്ത രാത്രിയാ. ഈ മഹാസമ്മേളനത്തിന്റെ തുടക്ക രാത്രി തന്നെ അത്ഭുതത്തിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. യെസ്, യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജനത്തോട് പോരാടുന്ന സകല അന്ധകാരത്തിന്റെ പോരുകളെയും അധർമ്മ ശക്തികളെയും എല്ലാ ദുഷ്ട വ്യാപാരങ്ങളെയും സ്വർഗത്തിനും ഭൂമിക്കും അധോലോകത്തിനും അധികാരമുള്ള യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ വിട്ടുപോകാൻ കൽപ്പിക്കുകയാണ്. ഈ രാത്രി ജനത്തിന് വിടുതൽ സംഭവിക്കട്ടെ, ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ ദൈവമേ, അങ്ങയുടെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ കടന്നു വരുന്ന കർത്താവേ, ഞങ്ങൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത സന്തോഷത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ കർത്താവേ. ഇത് നെഹമ്യാവിനോടുള്ള ദൂതോ, നെഹമ്യാവ് പറയുന്ന മാത്രമല്ല, ഇത് സർവശക്തനായ ദൈവം ഇന്ന് രാത്രി ഞങ്ങളോട് സംസാരിക്കുന്ന ദൂതാണ്, ഞങ്ങളുടെ വിടുതലിന്റെ ദൂതാണ്. ഞങ്ങൾ ഏറ്റെടുക്കുന്ന കർത്താവേ, യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. റബ്ബർ വെട്ടുന്ന കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? അതിനകത്ത് റബ്ബർ വെട്ടുന്ന കണ്ടിട്ടുള്ളവർ കേൾപ്പിക്കാണ്ട് റബ്ബർ വെട്ടുന്നത്. ആമേൻ. ചിരട്ട എങ്ങനെ ഇരിക്കുന്നു അങ്ങനെ പാല് നിറയത്തുള്ളൂ.
ഈ റബ്ബർ വെട്ടുമ്പോൾ ചിരട്ടടി ഇരിക്കുന്നുണ്ടോ? ചിലർ യോഗത്തിന് വന്നാലും ചിരട്ട കമത്തേക്ക് വെക്കും. നീ ആയുസി നിറയുക. ചിരട്ട എങ്ങനെ ഇരിക്കുന്നോ അങ്ങനെ പാല് നിറയത്തുള്ളൂ. എങ്ങനെ എത്ര മിടുക്കൻ ടാപ്പ് ചെയ്താലും കെ എബ്രഹാമല്ല, രജിത് നാഥല്ല, ബോംഗെ ടാപ്പ് ചെയ്താലും നിന്റെ ചിരട്ട ശരിയല്ലെങ്കിൽ നിന്റെ ആയുസ് നിറയും. കാരണം அப்படிதானே ചിരട്ട കറക്റ്റാ வைக்கலன்னு சொன்னா யார் டாப் பண்ணா பால் வருமா? கீழே வராதுல்ல. അതുകൊണ്ട് എല്ലാവരും ചിരട്ടയൊക്കെ നല്ല നിറയണമെന്നുണ്ട്. ചിലർ യോഗത്തിന് വരും, വന്ന ഉടനെ ഒരു കൈ സ്റ്റേറ്റ് ബാങ്കിലും മറ്റേ കൈ പടത്ത ബാങ്കിലും. ഫിക്സഡ് ഡിപ്പോസിറ്റാണ്. കൈയടിക്കത്തില്ല, ആരാധിക്കത്തില്ല, വാതുറക്കത്തില്ല. വിടുതൽ ഹോൾസെയിലായിട്ട് പുള്ളിക്ക് ഒരു പെട്ടിക്കകത്താക്കി ദൂതം കൊണ്ട് കൈ കൊടുക്കണം. എന്നാ ചേട്ടാന്ന് പറഞ്ഞു. നമ്മൾ റിസീവ് ചെയ്യണം. ആമേൻ. നമ്മളതിന് മനസ്സ് വേണം നമുക്ക്. ഹല്ലേലൂയ. സർവശക്തനായ ദൈവം നമ്മുടെ അടിമയൊന്നുമല്ല. ആമേൻ. എന്താ ബൈബിൾ പറയുന്നത്? മുട്ടുവീൻ. ആര് മുട്ടണം? നമ്മൾ മുട്ടണം, ദൈവം തുറക്കും. ചോദിപ്പീൻ, തരും. ആര് ചോദിക്കണം? ചിലരുടെ രീതി കണ്ടാല് ഗബ്രിയേൽ മുട്ടി മിഖായേൽ മേടിച്ചോണ്ട് തരുവാണെങ്കിൽ ഞാൻ തിന്നും. അങ്ങനെ ഇരിക്കരുത്. ഹല്ലേലൂയ. നമ്മുടെ ചില കാര്യങ്ങളുണ്ട്. സ്തോത്രം. കർത്താവ് ഹല്ലേലൂയ പറയാൻ നമ്മളോട് പറയുന്നത് ഫ്രീ ആയിട്ടല്ല. തന്റെ ഏകജാതനായ പുത്രനെ കാൽവരിയിൽ തന്നിട്ടാ ചോദിച്ചു. തന്റെ ഏകജാതനായ പുത്രനെ കാൽവരിയിൽ നമുക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി തന്നിട്ടാ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. നമ്മളെന്തോ കൊടുത്തിട്ടാ ദൈവത്തോട് അനുഗ്രഹം ചോദിക്കുന്നത്? സ്വത്രാഴ്ചയുടെ സമയം അവിടുത്തെ കീറിയ 10 രൂപ എടുത്തിടും. അതല്ലേ ഇവിടെ നല്ലതൊക്കെ ഇടുന്നവർ കാണുമായിരിക്കും. സ്തോത്രം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. വായിച്ച വാക്യം ഒരു പ്രാവശ്യം കൂടെ വായിക്കുന്നു. നെഹമ്യാവ് 4:2. യെസ്. ഈ ദുർബലരായ യഹൂദന്മാർ എന്ന് പറഞ്ഞാൽ ഈ അബ്രഹാം എന്ന് പറയുന്ന ദുർബലൻ. ആമേൻ. വാക്യം അന്ന് എഴുതിയാണെങ്കിലും അത് ഇന്നത്തെ സ്റ്റാറ്റസ് അതാ. ഈ അബ്രഹാം എന്ന് പറയുന്ന ദുർബലൻ കൂട്ടത്തിൽ പാപ്പച്ചൻ എന്ന് പറയുന്ന വേറൊരു ദുർബലൻ. ഈ ബലമില്ലാത്ത നിങ്ങളെല്ലാരും കൂടി എന്തോ ചെയ്യാൻ പോവാന്ന് ചോദിക്കുന്നത് പിശാച്. നിങ്ങൾ ഇവിടെ ഒരു കൺവെൻഷൻ അങ്ങ് നടത്തിയാൽ, നിങ്ങളൊരു ഫ്ലക്സൊക്കെ അങ്ങ് അച്ചടിച്ചാൽ ഉടനെ ഈ നാടങ്ങ് വിടുവിക്കപ്പെടുമോ? അതാ പിശാച് ചോദിക്കുന്നത്. അടുത്ത വെക്കുമ്പോ അവരെ സമ്മതിക്കുമോ? അവർ യാഗം കഴിക്കുമോ എന്ന് ചോദിക്കുന്ന അർത്ഥം നിങ്ങളുടെ ആരാധന അങ്ങ് അവർ വിജയിക്കുമോ? ഒരു ദിവസം കൊണ്ട് പണി തീർത്ത് കളയുമോ? 3 ദിവസത്തെ യോഗമാസം. നിങ്ങൾ 3 ദിവസം കൊണ്ടങ്ങ് പണി തീർത്ത് കളയുമോ? ഒരു ദിവസം എന്നുള്ള 3 ദിവസത്തെ നമ്മൾ വെച്ചേക്കുന്നത്. 3 ദിവസം കൊണ്ട് പണി തീർത്ത് കളയുമോ? ഒരുപാട് പേര് പ്രസംഗിച്ചു പോയ അന്തിയൂർ കോണത്ത്, ഒരുപാട് പേര് പാട്ടുപാടി ആരാധിച്ച അന്തിയൂർ കോണത്ത് വെന്ത് കിടക്കുന്ന ചാരത്തിനകത്ത് നിന്ന് കല്ലുകളെ ജീവിപ്പിക്കുവാൻ കഴിയുമോ എന്ന ചോദ്യത്തിന്റെ മുമ്പിൽ ഇന്ന് രാത്രി വിളിച്ചു പറ. മക്കളെ, ആ പുസ്തകത്തിൽ 2:20 വായിച്ചേ. 2:20 വായിച്ചേ. 2:20 ഒന്ന് വായിച്ചേ. അതിന് ഞാൻ അവരോട് സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും. ഒന്ന് കൈയടിച്ചത് ഒന്ന് കൈയടിച്ചിട്ട് പറ. സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിച്ചു തരും. ഹല്ലേലൂയ. 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 നിങ്ങൾ സന്തോഷമായിരിക്കുന്നു? ഹാപ്പിയാണോ? ചിലൊന്നും ചിരിക്കുന്നൊന്നുമില്ല. എനിക്കാണ് ചിരിക്കാത്തവരെ പേടിയുമാണ്. സത്യം എനിക്ക് ചിരിക്കാത്തവരെ പേടി. എന്നാ പറയുക, ചില ആൾക്കാർ ചിരിക്കത്തില്ല, എന്തോ പറഞ്ഞാലും ചിരിക്കത്തില്ല. പിന്നെ അവർ ചിരിക്കാൻ തുടങ്ങിയ കരണ്ട് അടിക്കുന്നവരെ ചിരിച്ചോടെ. കരണ്ടടിക്കുന്നവരുടെ പ്രാന്താശുപത്രിയിൽ കൊണ്ടുപോയി പ്ലക്ക് കുത്തുന്നവരെ ചിരിച്ചോണ്ട് തന്നെ ഇരിക്കും. ആവശ്യത്തിന് ചിരിക്കണം, ആവശ്യത്തിന് കരയണം. അതൊരു കൃപയാണ്. ഹല്ലേലൂയ. ഇവിടെ ഒരു ഫാമിലി കൗൺസിലിംഗ് വന്നപ്പം ഒരു ഭാര്യ എന്നോട് പറഞ്ഞു, എൻ്റെ ഭർത്താവിന് ഭയങ്കര ദേഷ്യമാണ് മാസ്റ്ററെ, അതൊന്ന് മാറ്റി തരണം. ഞാൻ പറഞ്ഞു, ദേഷ്യമില്ലാത്ത ഭർത്താവിനെ തരട്ടാം. തിരിച്ചു പോകുമ്പോൾ ദേഷ്യമില്ലാത്ത ഭർത്താവിനെ തരട്ടാം. മതി.
പക്ഷെ ഒരു കാര്യമുണ്ട്, ഭാര്യ വീട്ടിലെ മക്കള് 12 പ്ലേറ്റ് ഒരുമിച്ച് താഴെയിട്ട് പൊട്ടിച്ചാലും അത് കഴിഞ്ഞ് ഈ ഭർത്താവ് ചിരിക്കും, തറട്ടാൻ ചോദിച്ചു. അത് വേണ്ട, അന്നേരം ദേഷ്യപ്പെടണം. പിടികിട്ടില്ല മനെ, അന്നേരം ഭർത്താവ് എന്താ വേണം? അപ്പൊ ഞാൻ ചോദിച്ചു, ഉള്ളത് പറ, ദേഷ്യമുള്ള ഭർത്താവിനെ വേണോ ദേഷ്യമില്ലാത്ത ഭർത്താവിനെ വേണം? അപ്പൊ പുള്ളിക്കാർ പറഞ്ഞു, ഉള്ള ദേഷ്യം ഇരിക്കട്ടെ, പ്രാർത്ഥിച്ചു വിട്ടാൽ മതി. എത്ര പേർക്ക് സന്തോഷമുണ്ട് കർത്താവിനെ സൂചിച്ചാട്ട്. പക്ഷെ കോപമില്ലാന്ന് சொன்னா നമ്മളെ പാക്കക്കൂടെ നല്ലതാണ്. കോപത്തില് സത്യം പറയാം, ദേഷ്യമില്ലാതെ പോയിരുന്നത്. അപ്പം ശോകം, ശൃംഗാരം, ഹാസ്യം, ഭയം, ഇതെല്ലാം നമ്മുടെ വികാരങ്ങളാണ്. ഇതെല്ലാം നമുക്ക് വേണം. നിങ്ങൾ നാർത്തു നോക്കിയ ശോകം, സങ്കടമില്ലാത്തൊരു മനുഷ്യനെ നാർത്തു നോക്കിയ ഫ്യൂണറൽ സർവീസിനൊക്കെ പോയി ശവത്തിന്റെ മുമ്പിൽ നിന്ന് ചിരിക്കുന്ന ഒരാളെ നിങ്ങൾ മനസ്സിലൊന്ന് ഓർത്ത്. അങ്ങനൊന്നും ഒരാളുണ്ടാകാനേ പാടില്ല. ഈ വികാരങ്ങളെല്ലാം ദൈവം തരുന്ന. ആമേൻ. ഇപ്പൊ നമുക്ക് ഒറ്റ വികാരമേ ഉണ്ടാകാവുള്ളൂ, അത് ദൈവത്തെ ആരാധിക്കുന്ന വികാരം. ഇവിടെ നമ്മൾ മന്ത്രിക്കുന്ന ദൈവമായിട്ടുള്ള ബന്ധത്തിലാണ്. ഒരു വെല്ലുവിളിയുടെ മുമ്പിലാണ്. പിശാച് വെല്ലുവിളിച്ചിരിക്കാം. ഈ ചട്ടിക്കുമ്പാലത്തിൽ നീ കല്ല് ജീവിപ്പിക്കുമോ? ഈ സഭ പണിയുമോ? ആദ്യത്തെ പ്രവചനം എന്ന് പറയാം, ഇങ്ങനെ അല്ല, കർത്താവ് ഇതിന് വേറൊരു സെറ്റപ്പ് ചെയ്യാൻ പോകുന്നു. 100 കണക്കിന് ആത്മാക്കൾ ഇനിയും വന്നാൽ ഇതിനകത്ത് ഇരിക്കാൻ സൗകര്യമില്ലാത്തത് കൊണ്ട് അതിനും കൂടെ സൗകര്യമുള്ളൊരു സെറ്റപ്പ് താമസമില്ലാതെ കർത്താവ് ചെയ്യാൻ പോകുന്നുണ്ട്. തമ്പുരാൻ പറയാ, അവിടെ നിന്നോട് പറ, പിശാചേ നീ വിചാരിക്കുന്ന പോലല്ല തമ്പുരാൻ ചിലത് ചെയ്യാൻ പോകുക. ഒരുമിച്ച് പറ, ദൈവം എനിക്ക് കാര്യം സാധിപ്പിച്ച് തരും. എന്നും ഒരുപോലെ തന്നെ ഇരിക്കരുത്. ഒരു അപ്ഗ്രേഡ് വേണം, ഒരു വ്യത്യാസം വേണം. ആമേൻ. 1ാം ക്ലാസ്സിൽ കൊണ്ട് ചേർത്ത കൊച്ചിന് 1ാം ക്ലാസ്സിൽ തറ, പറ, തല, മല എന്നൊക്കെ വായിച്ചു. 2ാം ക്ലാസ്സിലും അത് തന്നെ വായിച്ചാൽ ചിന്തിക്കും. 3ാം ക്ലാസ്സിൽ വന്നപ്പോഴും എന്തിനേറെ പെന്തക്കോസ്തി 10ാം ക്ലാസ്സിൽ ഇപ്പോൾ വായിക്കുന്നതാണ്. രക്ഷിക്കപ്പെട്ടിട്ട് 10 കൊല്ലമായി, 10ാം ക്ലാസ്സിലായി. എന്നിട്ട് തറ, പറ. കാരണം 1ാം ക്ലാസ്സിൽ രക്ഷിക്കപ്പെട്ട് വന്ന സമയത്ത് ആമേൻ, ഗ്ലോറി, രക്തം, ഗ്ലോറി, ഇതെല്ലാം പറഞ്ഞോണ്ടിരുന്നേ. തറ, പറ തന്നെ. 10 കൊല്ലമായി രക്ഷിക്കപ്പെട്ടിട്ട് ഇപ്പോഴും ആരാധന തുടങ്ങിയ ആമേൻ, ആമേൻ, ഗ്ലോറി, ഗ്ലോറി, ആമേൻ, ഇത് തറ, പറ തന്നെയാണ് പറഞ്ഞോണ്ടിരിക്കുന്നത്. പിന്നെ ഇച്ചിരി ആവേശം കൂടിയ ചോര, ചോര, കാൽമുറി ചോര, രക്തം, ചോര, അത്ര അല്ല. ഒരു ക്ലാസ് കയറ്റമൊന്നും ഇല്ലേ? എന്ത് മാറ്റം ഉണ്ടായി? പ്രാർത്ഥിക്കുക. ഈ 3 ദിവസത്തെ കൺവെൻഷൻ എനിക്കൊരു മാറ്റം വരുന്ന കൺവെൻഷനായിരിക്കും. എന്റെ വിശ്വാസത്തിന് വർധന വരുന്ന കൺവെൻഷൻ, എന്റെ വിശുദ്ധിക്ക് വർധന വരുന്ന കൺവെൻഷൻ, എന്റെ ആത്മീയ ജീവിതത്തിന് വർധന വരുന്ന, എന്നിൽ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു, ദൈവം എന്തൊക്കെയോ എനിക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന ഒരു വലിയ ആത്മമണ്ഡലം തുറക്കുന്ന the power of fire. നെഹമ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം 1, 2, 3, 4 വാക്യങ്ങൾ വായിക്കാം. ഹക്കല്യാവിന്റെ മകനായ നെഹമ്യാവിന്റെ ചരിത്രം. 20-ാം ആണ്ടിൽ ക്ലീസിയ മാസത്തിൽ ഞാൻ ശൂഷൻ രാജധാനിയിലിരിക്കുമ്പോൾ എന്റെ സഹോദരന്മാരിൽ ഒരുത്തനായ ഹനാനിയും യഹൂദയിൽ നിന്ന് ചില പുരുഷന്മാരും വന്നു. ഞാൻ അവരോട് പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞുപോയ യഹൂദന്മാരെ കുറിച്ചും യെരൂശലേമിനെ കുറിച്ചും ചോദിച്ചപ്പോൾ അവർ എന്നോട് പ്രവാസത്തിൽ തെറ്റി ഒഴിഞ്ഞുപോയ ശേഷിപ്പ് അവിടെ ആ സംസ്ഥാനത്ത് മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. യെരൂശലേമിന്റെ മതിൽ ഇടിഞ്ഞു, അതിന്റെ വാതിലുകൾ തീവച്ച് ചുട്ടും കിടക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ നിൽക്കണം, നമ്മളെ ബാക്കി വായിക്കണം. എന്റെ ചോദ്യം, രാജാവിന്റെ പാനപാത്രവാഹകനായ the bearer of king, രാജാവിന്റെ അടുത്ത്
ചോദിക്കുമ്പോഴൊക്കെ മുന്തിരിച്ച ഒഴിച്ചു കൊടുക്കുന്ന ജോലി ചെയ്യുന്നതിന്റെ പേരാണ് പാനപാത്രവാഹകൻ. നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇദ്ദേഹം ഒരു ഗവൺമെന്റ് എംപ്ലോയിയാണ്. നെഹമ്യ ഒരു ഗവൺമെന്റ് എംപ്ലോയി. ഒരു ജോലി ഇന്നൊന്നും അങ്ങനെയില്ല. ഇന്ന് നമ്മുടെ മുഖ്യമന്ത്രിക്കൊന്നും അങ്ങനെ ആകില്ല. വേറെ ഒരുപാട് പേരുണ്ട്, സെക്രട്ടറി ഉണ്ട്. ഇതിൽ വലിയ പേഴ്സണൽ അസിസ്റ്റന്റ് എന്നൊക്കെ പറയുന്ന പോലെ രാജാവ് ഇങ്ങനെ ദാഹിക്കുമ്പോൾ ഇങ്ങനെ ഈ ചഷകം ഇങ്ങനെ ഒഴിച്ച് രാജാവ് ഇങ്ങനെ കൊടുക്കും. അമ്മേ, ഇനി ഞാനത് പുറകാല വിവരം പറയാം. അങ്ങനെ ഗവൺമെന്റ് ജോലി ചെയ്യുന്ന ഒരാളാണ് ആര്? നെഹമ്യാവ്. അദ്ദേഹത്തോട് വന്ന് യഹൂദന്മാർ വന്ന് പറഞ്ഞു, യഹൂദ ജനം ഭയങ്കര കഷ്ടത്തിലാണ്, പ്രശ്നത്തിലാണ്. അതിന്റെ അടിസ്ഥാനപരമായ കാരണം യെരൂശലേമിന്റെ മതിലിടിഞ്ഞു പോയി. എന്തുപോയി? മതിലിടിഞ്ഞു പോയി. അതിന്റെ വാതിലുകൾ തീവന്ത് ചുട്ടും കിടക്കും. അതെന്തിനാണെന്ന് നെഹമ്യാവിനോട് പറഞ്ഞു. ഇങ്ങനെ മുന്തിരിച്ചാറുമായിട്ട് ബന്ധമുണ്ടാവല്ലേ? മുന്തിരിത്തോട്ടങ്ങൾ എവിടെയെങ്കിലും നശിച്ചിട്ടുണ്ടെന്നോ, മുന്തിരിക്കയുടെ വില കുറഞ്ഞെന്നോ, മുന്തിരി വില ഇടിഞ്ഞു വീണ് 4 പേര് മരിച്ചെന്നൊക്കെ പുള്ളിയോട് പറഞ്ഞപ്പോൾ എന്തിനാ ഈ മതിലിന്റെ കാര്യവും ഈ കഥകിന്റെ കാര്യമൊക്കെ വന്ന് ഈ നെഹമ്യാവിനോട് പറയുന്ന ഒരു ദൂത് പറയാം. നിന്നോട് ഒരാൾ വന്ന്, എന്നോട് ഒരാൾ വന്ന്, ബ്രദറിനോട് ഒരാൾ വന്ന് ചില ആത്മീയ കാര്യങ്ങൾ പങ്കുവെക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് ദൈവത്തിനൊരു പങ്കുണ്ട്. ഞാനൊരു ദൂത് പറയാമോ? അക്രമിയുള്ളവർ ആരാധിച്ചു മുന്തിരിച്ച ഒഴിച്ചു കൊടുക്കുന്ന നെഹമ്യാവിന്റെ അകത്തൊരു എഞ്ചിനീയർ കിടപ്പുണ്ട്. മുന്തിരിച്ച ഒഴിച്ചു കൊടുക്കുന്ന നെഹമ്യാവിന്റെ അകത്തോ ആരും അറിയാതൊരു എഞ്ചിനീയർ കിടപ്പുണ്ട്. ഇവിടെ ഇരിക്കുന്ന ചിലരെ തൊട്ട് ദൈവം പറയുന്നു, നിന്റെ അകത്തൊരു പ്രസംഗകൻ കിടപ്പുണ്ട്, നിന്റെ അകത്തൊരു പ്രവാചകൻ കിടപ്പുണ്ട്, നിന്റെ അകത്തൊരു പാട്ടുകാരൻ കിടപ്പുണ്ട്, നിന്റെ അകത്ത് ദൈവം പറയുന്ന ചില കാര്യങ്ങൾ ചെയ്യാൻ നമ്മുടെ അകത്ത് നമ്മൾ അറിയാത്ത ചില കിടപ്പുണ്ട്. ഒരു സമയം ഒളിയാൻ പറ്റില്ല. കർത്തർ பேசுகிறார். ஒரு நாவை கர்த்தர் ஒரு கருவாக்கி மாற்றுவார். அம்மாவின் கருவறையிலே உன்னை கண்ட தேவன் கர்த்தனோடு பேசுகிறது. ஒரு தீர்க்க தரிசன வரவோ மேல கர்த்தர் ஊற்றுவார். சில இடங்களில் நீ கால் மிதிக்கும் பொழுது அந்த வீட்டை பற்றி, அந்த ஜனத்தை பற்றி கர்த்தர் பேசும்படியாக ஒரு நாவை ஒரு அக்கினி நாவாக மாற்றுகிற தேவ வல்லமை இந்த ராத்திரி നിന്റെ നാവിനെ ഒരു തീയാക്കി മാറ്റുന്ന, നിന്റെ രൂപം മാറ്റുന്ന, നിന്റെ പ്രവൃത്തി മാറ്റുന്ന, നിന്റെ കൃപ മാറ്റുന്ന അസാധാരണമായ ഒരു ദൈവ മഹത്വം നിന്റെ അകത്തുനിന്ന് പുറത്തു വരാൻ. God is planning to bring out. നിന്റെ അകത്തുനിന്ന് പുറത്തു വരാൻ. ദൈവത്തിന്റെ ആത്മ പറയുന്നു, ഓ സഹോദരി, നിന്റെ അകത്തുനിന്ന് പ്രാർത്ഥിക്കുന്ന ഹന്ന പുറത്തു വരട്ടെ. നിന്റെ അകത്തുനിന്ന് പ്രാർത്ഥിക്കുന്ന ഹന്ന പുറത്തു വരട്ടെ. ഓ പ്രിയ സഹോദരിയെ, നിന്റെ അകത്തുനിന്ന് രാജാക്കന്മാർ ഭയപ്പെടുന്നത് ദബോര പുറത്തു വരട്ടെ. ആരോടൊക്കെ ദൈവം ഇടപെടുന്നു, ദൈവം ഇടപെടുന്നു, ദൈവം ഇടപെടുന്നു. രാജാക്കന്മാർ നിന്റെ പേര് കേട്ടാൽ പേടിക്കണം. ദൈവം നിന്നെ ഈ രാത്രി തൊടുന്നു. കോഡ്ലെസ് വർക്ക് ചെയ്തില്ല. ഹല്ലേലൂയ. കർത്താവിനെ സ്തുതിച്ചാണ്, ദൈവത്തെ സ്തുതിച്ചാണ്, കർത്താവിനെ നന്ദിയോടെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ. 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 ഞാൻ കോഡ്ലെസ് പിടിച്ചത് എനിക്കൊന്ന് ഇറങ്ങി ഒന്ന് വരണമെങ്കിൽ ഈ വയാറെന്ന് പറയുന്ന ബന്ധനം ഒന്ന് മറക്കേണ്ട. ഹല്ലേലൂയ. എത്രയൊക്കെ സന്തോഷമുണ്ട്. കർത്താവിനെ സ്തുതിക്കുക, കർത്താവിനെ സ്തുതിക്കുക. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്നവരോട് പറയുന്നു, അവൻ നിന്റെ അകത്ത്, നമ്മുടെ അകത്ത് നമ്മൾ അറിയാത്ത ചിലത് ഉറങ്ങിക്കിടപ്പുണ്ട്. നെഹമ്യാവിന്റെ അകത്ത് എഞ്ചിനീയർ
നീ ദൈവവചനം പ്രസംഗിക്കുന്നു. നിന്റെ ഒരു അഭിഷേകത്തിന്റെ തീരത്തുന്ന രാത്രി നീ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുന്ന വ്യക്തിയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Praise the Lord. Praise the Lord. Hallelujah. ഈ കൺവെൻഷനോടുകൂടി ഇവിടുത്തെ സൗണ്ട് സിസ്റ്റം എല്ലാം മാറാൻ പോകും. ഈ കൺവെൻഷനോടുകൂടി ഹല്ലേലൂയ. അല്ലേ മോനെ? ഒരു മിക്സറൊക്കെ വേണ്ട നമുക്ക്? വേണ്ടേ? വേണം. ഈ കൺവെൻഷനോടുകൂടി പാസ്റ്ററോട് ഞാനത് പറഞ്ഞിട്ടേ പോകത്തുള്ളൂ. നമ്മളൊരു മിക്സർ മേടിക്കും. പിന്നെ പാസ്റ്റർ പാട്ടൊക്കെ യേശുദാസിന്റെ പാട്ട് പോലിരിക്കും. ഹല്ലേലൂയ. നമ്മുടെ സൗണ്ടൊക്കെ മിക്സറിനകത്തോടെ അയച്ച ചില സൗഖ്യങ്ങൾ ഈ ദിവസം വ്യാപരിക്കട്ടെ. ചില സൗഖ്യങ്ങൾ വ്യാപരിക്കട്ടെ. ഇവന്റെ തലച്ചോറോട് പോരാടുന്ന സത്യങ്ങളുടെ കോട്ടനെ പറയട്ടെ. ഇങ്ങനൊന്നും അല്ല റെക്കോർഡ് ചെയ്യുന്നത്. വീഡിയോ ക്യാമറ വെച്ച് ചെയ്യണം, നേരം നന്നായിരിക്കുന്നുള്ളൂ. കുഴപ്പമില്ല. ഇന്നിങ്ങനെ ചെയ്തു. പ്രൈസലോ. ഹല്ലേലൂയ. എല്ലാത്തിനും അതിനൊരു പ്രോപ്പർ വേ ഉണ്ട്. അങ്ങനെ ചെയ്യാവുള്ളൂ. പ്രൈസലോ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഇന്ന് പ്രദന്റെ ഊപ്പാട് എന്റെ പുറകിനെ നടന്നു. ഇത് ഹല്ലേലൂയ. ഞാൻ എവിടെയെങ്കിലും സ്വന്തമായിട്ട് നിന്നിട്ട് വേണ്ട ഈ പുള്ളിക്കൊന്നിരിക്കാൻ. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. നന്ദിയോടെ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. മനസ്സ് നിറഞ്ഞ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഒരു അന്ത്യകാല ശുശ്രൂഷ ഒരു തീയായി മാറും. ഒരു തീയായി മാറും. ഈ സഭയ്ക്കകത്തുനിന്ന് പ്രവാചകന്മാർ എഴുന്നേൽക്കണം. ഈ സഭയ്ക്കകത്തുനിന്ന് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നവർ എഴുന്നേൽക്കണം. ഈ സഭയ്ക്കകത്തുനിന്ന് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ എഴുന്നേൽക്കണം. അവൻ ശ്രദ്ധിക്കണം. ഗിദെയോന്റെ അകത്ത് ഒരു പരാക്രമശാലി ഉണ്ടായിരുന്നത് പോലെ മെസ്സേജ് കേൾക്കാതെ പോകരുത്. മെസ്സേജ് കേൾക്കാതെ പോകരുത്. ഗിദെയോന്റെ അകത്ത് ആരുണ്ടായിരുന്നു? ഒരു പരാക്രമശാലി ഉണ്ടായിരുന്നു. ന്യായാധിപന്മാർ 6:12. ഒരു ദൂതൻ വന്നിട്ട് വിളിക്കണം. ഗിദെയോനെ നല്ല വിളിച്ചത്. പിന്നെ എങ്ങനെ വിളിച്ചത്? പരാക്രമശാലിയെ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക. മിദ്യാന്റെ സൈന്യത്തെ ഭയന്ന് മുന്തിരിച്ചക്കിന്റെ കീഴിലിരുന്ന് കോതമ്പ് മെതിക്കുന്നവന്റെ പേരാണ് പേടിത്തൊണ്ടൻ. ശരിയല്ലേ മാസ്റ്ററെ? കാരണം മിദ്യാന്റെ സൈന്യത്തെ പേടിച്ചു പുള്ളി മുന്തിരിച്ചക്കന്റെ കീഴിലിരുന്ന് എന്തും മതിക്കുവാ കോതം മതിക്കാം. പേടിയാണോ? അല്ലയോ? പേടിയാണ്. പുള്ളിയുടെ പേര് പേടിത്തൊണ്ടല്ല. പക്ഷെ ദൂതം വിളിച്ചെങ്ങനെയാ? എങ്ങനെ വിളിച്ചേ? പരാക്രമശാലിയെ. ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങളെ നാട്ടുകാരെന്ത് വിളിക്കുന്നു ദൈവത്തിന് അറിയില്ല. നിങ്ങളുടെ അയൽവക്കത്തോടൊരു എന്നാ വിളിക്കുന്നത് ദൈവത്തിന് അറിയില്ല. ദൈവം വിളിക്കുന്നതിന്റെ പുറത്തെ പേരല്ല, നിന്റെ അകത്തെ പേര്. ദൈവം വിളിക്കുന്നത് നിന്റെ പുറത്തെ പേരല്ല, നിന്റെ അകത്തെ പേരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ഒരുങ്ങിക്കോ. നീ കർത്താവിന്റെ മേലെ ചെയ്യും. നീ സ്റ്റേജിൽ ദൈവവചനം പ്രസംഗിക്കും. പോസ്റ്റ്മാൻ എഴുത്തുകൊണ്ട് തന്നാൽ 200 മേടിക്കുന്നത്. ചോദ്യത്തിന് ഉത്തരം പറ. പോസ്റ്റ്മാൻ വീട്ടിൽ എഴുത്തുകൊണ്ട് തന്നാൽ കസേരയിൽ ഇരുന്നാണോ മേടിക്കുന്നത്? അല്ല, എങ്കിൽ എഴുന്നേറ്റ് സ്വർഗത്തിൽ നിന്ന് എഴുത്തു വരുമ്പോൾ എഴുന്നേറ്റ് നിന്ന് മേടിക്കണം. അതാ ബഹുമാനം. ഇത് എന്റെ എഴുത്തല്ല, ഞാൻ ഒരു പോസ്റ്റ്മാൻ. ശരിയല്ലേ? മണി ഓർഡർ പോസ്റ്റ്മാൻ കൊണ്ട് തന്നാൽ കാശ് പോസ്റ്റ്മാൻ്റെ ആണോ? അല്ല, വേറെ ആളയച്ചല്ലേ. എന്താ മോന്റെ പേര്? എഴുതിയിട്ട പിന്നോയി നീ സ്റ്റേജിൽ സുവിശേഷം പ്രസംഗിക്കും. എന്റെ പേരെഴുതിയിട്ടു തീയതി എഴുതിയിട്ടു നീ ഒരു ദിവസം ഇതുപോലെ ഒന്ന് പ്രസംഗിക്കും. ഈ 3 ദിവസത്തെ മഹായോഗം ഈ സഭയുടെ ചരിത്രം നിൽക്കുന്ന യോഗമായിരിക്കും. ഈ സഭയുടെ ചരിത്രം നിൽക്കുന്ന യോഗമായിരിക്കും. ഇന്ന് രാത്രി ഞാനാ പ്രസംഗിക്കുന്നത്. നാളെ എന്നേക്കാൾ ശ്രേഷ്ഠനായ ഒരു ദേവദാസനെ പ്രസംഗിക്കുന്നത്.
നാളെ കഴിഞ്ഞ് രാത്രി അതിനേക്കാൾ ശ്രേഷ്ഠരായ ഒരു ദൈവദാസൻ പ്രസംഗിക്കുന്നത് അത് ഞാൻ തന്നെയായിരിക്കും. ഇതാദ്യമായിട്ട് കേൾക്കുമല്ലേ? അല്ലെങ്കിൽ സന്തോഷത്തോടെ കണ്ടാണ് ശ്രമിച്ചാട്ടെ, മനസ്സ് നിറഞ്ഞ് ദൈവത്തെ ശ്രമിച്ചാട്ടെ. അമ്മ ആടിനെ മേച്ചുകൊണ്ട് കാട്ടിൽ കൂടെ നടക്കുന്ന ദാവീദിന്റെ അകത്തൊരു രാജാവ് ഉണ്ടായിരുന്നു. ആടിനെ മേച്ചുകൊണ്ട് കാട്ടിൽ കൂടി ഇങ്ങനെ കിന്നര ഫ്ലൂട്ടൊക്കെ വായിച്ച് നടക്കുന്ന ദാവീദ് എന്ന് പറഞ്ഞ കൊച്ചു പയ്യന്റെ അകത്ത് ഇസ്രായേലിന്റെ രാജാവ് ഉണ്ടായിരുന്നു. ആമേൻ. പേടിച്ചിരുന്ന് ഗോതമ്പ് മെതിക്കുന്ന ഗിദെയോന്റെ അകത്ത് ഒരു പരാക്രമശാലി ഉണ്ടായിരുന്നു. അവൻ മുന്തിരിച്ചാൽ ഒഴിച്ചു കൊടുക്കുന്ന നെഹമ്യാവിന്റെ അകത്ത് ഒരു എഞ്ചിനീയർ ഉണ്ടായിരുന്നു. ഇന്ന് രാത്രി ദൈവാത്മാ പറയുന്നു, നിന്റെ അകത്ത് നീ പോലും അറിയാത്ത ഒരു ശക്തനായ നീ പോലും അറിയാത്ത, നീ കണ്ടിട്ടില്ലാത്ത ഒരു ശക്തിയായ നാളെ നീ ശുശ്രൂഷ ചെയ്ത് വെച്ചിരിക്കുമ്പോ, നാളെ ഒരു ശുശ്രൂഷ നീ ചെയ്തിട്ടിരിക്കുമ്പോ നിനക്ക് തന്നെ തോന്നുന്നു ഇത് ഞാൻ തന്നെ ചെയ്തതാണ് എന്ന് തോന്നുന്ന പോലെ ദൈവം അങ്ങനെ ചെയ്യിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ജീവിതകാലം മുഴുവൻ യൂണിഫോം ഇട്ട് പാട്ടും പാടി നടക്കാമെന്നാണോ ഞാൻ? ഇത് വേറെ ഒരു യൂണിഫോം ഇട്ടെന്നുള്ള ഉള്ളൂ. ഇതിനകത്ത് പ്രവാചകന്മാരുണ്ട്, ഇതിനകത്ത് നിസ്തരമാരിപ്പുണ്ട്, രാജാവുമായി സംസാരിക്കുന്നതിനകത്തിരിപ്പുണ്ട്. ദൈവം ചിലരെ ഇന്ന് രാത്രി തൊടും, ദൈവം ചിലരെ ഇന്ന് രാത്രി തൊടും, ഇന്ന് രാത്രി ദൈവം ചിലരെ തൊടും. പരിശുദ്ധാത്മാവിന്റെ രാത്രി നമ്മളോട് ഇടപെടുക, ദൈവം എന്ന രാത്രി നമ്മളോട് ഇടപെടുക. ഹല്ലേലൂയ. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ, കൃപയിൽ നിറഞ്ഞ ദൈവത്തെ സ്തുതിച്ചാട്ടെ. അതെന്താ ഇത്ര യൂണിഫോം ഇട്ട് ഇവിടെ ഇരിക്കുമ്പോൾ ഒരു യൂണിഫോം ഇട്ടാണ് പുറകെ പോയിരിക്കാൻ കാരണം? അമേൻ. ചുമ്മാ അല്ല, ഇതൊന്നും നിസ്സാരപ്പെടുന്ന കാര്യമാണ്. എല്ലാവരും നമ്മൾ വ്യത്യസ്തയാണ്. ആമേൻ. യെശയ്യാവിന്റെ അകത്ത് ഒരു ദൂതൻ, ഒരു തീക്കനലുമുണ്ട്. യെശയ്യാവിന്റെ നാവിനെ തൊട്ട പോലെ നിന്റെ നാവിനെ ഇന്ന് രാത്രി തമ്പുരാന്റെ തീക്കനൽ കൊണ്ട് തൊടുകയാണ്. നിന്റെ നാവ് ഒരു പ്രവചനനാവാൻ ദൈവം മാറ്റും. എഴുതിയിട്ടോ നിന്റെ വീടിന്റെ വാതിൽക്കൽ അവൻ ദൂത് കേൾക്കാൻ കാലുകൾ വന്ന് നിരന്നു കിടക്കുന്ന ഒരു ദിവസം വരും. നിന്റെ സ്ത്രീകളുടെ പ്രവാചകി എന്നൊരു പേര് എഴുതോ. നിന്റെ പേരിന്റെ കൂടെ ശ്രദ്ധിച്ചു കേൾക്കണം. ഈ ചിലരുടെ പേര് മാത്രമല്ല, എല്ലാവരും ഞങ്ങളൊക്കെ അറിയപ്പെടുന്ന പാസ്റ്റർ പാപ്പച്ചൻ, എന്നെ അറിയപ്പെടുന്ന സുവിശേഷൻ കെ എബ്രഹാം, ഇദ്ദേഹത്തെ അറിയപ്പെടുന്ന കീബോർഡിസ്റ്റ് എന്നാണ്, അവനെ അറിയപ്പെടുന്ന പാട്ടുകാരനാണ്. എന്നാൽ നിന്നെ അറിയപ്പെടുന്ന പോലെ നിന്റെ പേര് എനിക്കറിയാം. നിന്റെ പേര് കൂട്ടി പ്രവാചകി എന്നൊരു പേര്. കാരണം നിന്റെ ശുശ്രൂഷ ആരുടെ മുമ്പിൽ നിന്നാൽ അവരാരാണെന്ന് നീ പറയും. നീ എവിടെ കാര്യം ചവിട്ടിയാൽ അവരുടെ ഹൃദയം നീ പുറപ്പെടുന്നത്. നീ ആരാണെന്ന് എനിക്കറിയില്ല, പക്ഷെ തമ്പുരാൻ ഒരു കാര്യം അറിയാം. ആമേൻ. നിന്റെ 13-ാമത്തെ വയസ്സിൽ ദൈവം നിന്നോട് ദൂത് പറഞ്ഞതാ, നീ തമ്പുരാന്റെ വകയാണ്. അന്നേ ദൈവം നിന്നെ ദൈവത്തിന് വേണ്ടി മാറ്റി നിർത്തിയതാ. എന്നാൽ കർത്താവ് അതൊന്ന് പണിതെടുത്തോണ്ടിരിക്കുക. നിന്നെ മൂർച്ച കൂട്ടി, നിന്നെ മിനുസപ്പെടുത്തി, ആരോടും പങ്കുവയ്ക്കാത്ത ചില പ്രാർത്ഥനാ വിഷയങ്ങൾ നിന്റെ ഹൃദയത്തിനകത്ത് മുറിവുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നിന്റെ ഹൃദയത്തിന് മുറിവേറ്റെടുത്ത്
ഇന്ന് രാത്രി ഇത് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ദൈവം തൊടും. അവൻ നിന്നെ മുറിവേൽപ്പിച്ചെടുത്ത്. Now the Holy Spirit is speaking decent and order. Listen me, brother. Now the Holy Spirit is speaking decent and order. Every message are not revealed by God, because Holy Spirit is always speaking decent. That's what I am just describing. Somebody grieve your mind. നിന്റെ മനസ്സിനെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി, നാളെയല്ല. എൻ്റെ പേര് കെ എബ്രഹാം. ഈ ഡേറ്റിനെ കുറിച്ചിട്ടോ ഇന്ന് രാത്രി നിന്റെ ഹൃദയത്തിന് മുറിവേൽപ്പിച്ചതിന്റെ അതിന്റെ റിസൾട്ടുകൾ വെളിപ്പെട്ടു വരുന്നു. അതിന്റെ റിസൾട്ടുകൾ വെളിപ്പെട്ടു വരുന്നു. അതിന്റെ റിസൾട്ടുകൾ വെളിപ്പെട്ടു വരുന്നു. കർത്താവ് നിന്റെ കുഞ്ഞിനോട് ഇനിയും സംസാരിക്കും. ദൈവം ഇനിയും സംസാരിക്കും, ഇനിയും സംസാരിക്കും. ആമേൻ. പ്രാണമാത്രവാഹകനായ നെഹമ്യാവ് യെരൂശലേമിന്റെ മതിലിടിഞ്ഞു കിടക്കുന്നെന്ന് കേട്ടപ്പോൾ അവന്റെ 4 ആയുധം പുറത്തെടുത്തു. He bring out the 4 weapons. ആമേൻ. 4 ആയുധങ്ങൾ അവരുടെ വായിക്കാം. 4-ാം അധ്യായത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. അതിന് അവൻ എന്നോട് പ്രവാസത്തിൽ അത് കഴിഞ്ഞു. അതിന്റെ അടുത്ത് അത് വായിച്ചു കഴിഞ്ഞു. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാനിരുന്നു കരയുന്നു. അങ്ങനെ വായിച്ചു പോലും മുട്ടുന്നത്. ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നു പറഞ്ഞു. ഞാൻ ഇരുന്നു. ശ്വാസം എടുത്തു. ഞാൻ ഇരുന്നു. 1-ാമത്തെ ആയുധത്തിന്റെ പേര് ഐ സിറ്റ്. നിങ്ങൾ വിചാരിക്കുന്നതൊക്കെ വലിയ പ്രശ്നമാണെന്ന്. ഈ നെഹമ്യാവിന്റെ ജോലി എന്തോ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. രാജാവിന് മുന്തിരിച്ചാറ് ചോദിക്കുമ്പോൾ പുള്ളി ഇരുന്നിട്ടുണ്ടോ? നിങ്ങൾ ആലോചിക്കുക. നെഹമ്യ ഇങ്ങനെ ഇരുന്നോണ്ട് ഒഴിച്ചു കൊടുത്താൽ അവന്റെ കച്ചവടം തീരുകയല്ലേ. അപ്പൊ നെഹമ്യാവിന്റെ ആയുസിൽ അവൻ എന്ത് ചെയ്തിട്ടില്ല, ഇരുന്നിട്ടില്ല. രാത്രികളെല്ലാം പിന്നെ ഈ ജോലി കഴിഞ്ഞു പോയാൽ ഇരിക്കാൻ സമയമുണ്ടോ? ഇച്ചിരി നേരമേ ഉള്ളൂ. അന്നേരം എന്ത് ചെയ്യുക? കിടക്കുക. മനസ്സിലായോ? അപ്പൊ പുള്ളി ആയുസിൽ എന്ത് ചെയ്തിട്ടില്ല? ഗുഡ്മോളെ ഞാൻ പറഞ്ഞപ്പോ മനസ്സിലായോ? നെഹമ്യാവിന്റെ ആയുസിൽ നെഹമ്യാവ് എന്ത് ചെയ്തിട്ടില്ല, ഇരുന്നിട്ടില്ല. ദിസ് ഈസ് എ വെപ്പൺ. അവൻ ഇരുന്നു. നമ്മുടെ അടുത്ത ആൾക്കാർ പറയുന്നത് എന്നറിയോ? പ്രാർത്ഥിക്കണമെന്നുണ്ട്, പക്ഷേ ഇരിക്കാൻ നേരമില്ല. ഇന്ന് രാത്രി എന്നെ കണ്ടിട്ട് പോകണം, എനിക്ക് ഇരിക്കാൻ നേരമില്ല. ഈ ഇരിക്കാൻ നേരമില്ലാത്തവർക്കാണ് ഐശ്വര്യ കിടക്കാൻ ദൈവം സമയം കൊടുക്കുന്നത്. എന്തൊരു ഭാഗ്യമാണ് അല്ലെ? പിന്നെ ഇരിക്കാനേ സമയമില്ല, പ്രാർത്ഥിക്കാൻ. ഐശ്വര്യ കിടക്കാൻ ഒരാഴ്ച ഐശ്വര്യ കിടക്കുന്നതിനേക്കാൾ എന്ത് നല്ലതാ പായാലൊന്നും ഇരിക്കുന്നത്. നിങ്ങൾക്കറിയാമോ? ഈ സുവിശേഷം സംബന്ധിക്കുന്ന എല്ലാ പേരിനകത്തും ഒരു പായുണ്ട്, അറിയാമോ? ഉപദേശി, അതിനകത്ത് പായുണ്ടോ? ഉണ്ടോ ഇല്ലയോ? പ്രാർത്ഥന, അതിനകത്ത് പായുണ്ടോ? പ്രവാചകൻ, അതിനകത്ത് പായുണ്ടോ? പാട്ടുകാരൻ, അതിനകത്ത് പായുണ്ടോ? കാരണം ഇവർക്കെല്ലാവരുടെ ജീവിതത്തിൽ എന്തുണ്ടായിരിക്കണം? ഒരു പാ ഉണ്ടാക്കിക്കണം. സ്വന്തം സ്തോത്രം. അപ്പോൾ നെഹമ്യാവ് ഇരുന്നു. നമുക്കെന്താ ചില നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റാത്ത ഒന്ന് ഇരുന്ന് ചിന്തിക്കാൻ കാര്യമില്ല. ചില കഴിക്കുന്നവരെ നടന്നോണ്ടാ. രാവിലെ സ്കൂളിൽ പോകുന്ന പിള്ളേർക്ക് ഉറങ്ങി നിന്ന് അമ്മ മുടി കെട്ടി കൊടുക്കുന്നു, ഫ്രണ്ടിൽ നിന്ന് അപ്പൻ ബട്ടൺസ് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ 3-ാമത്തെ വേലക്കാരി ദോശ കൊടുത്തോണ്ടിരിക്കുന്നു. ചെറുക്കൻ പോകാൻ വിളിക്കുക. എന്നറിയോ? 7 മണിക്ക് വണ്ടി വരും, അവൻ 6:50 എഴുന്നേറ്റ്. ആർക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു? കറക്റ്റല്ലേ മക്കളെ? 7 മണിക്ക് വണ്ടി വരും, ഇവൻ എത്ര മണിക്ക് എഴുന്നേറ്റ്? സൺഡേ സ്കൂളിൽ സാറ് പറഞ്ഞു വിട്ടു, എപ്പോൾ വിളിച്ചാലും എന്ത് വീട്ടിൽ പറഞ്ഞാലും ബൈബിളിലെ വാക്യം കൂട്ടിയ മാതാപിതാക്കളോട് സംസാരിക്കാമെന്ന് പറഞ്ഞാവട്ടെ. അതുകൊണ്ട് പിന്നെ എന്തോ പറഞ്ഞാലും അത് കുട്ടിയെ പറയും. രാവിലെ സ്കൂളിൽ പോകാൻ വിളിച്ചപ്പോൾ പറഞ്ഞില്ലല്ലോ, സ്ത്രീയെ നിനക്കും എനിക്കും എന്ത്? അമ്മയോട് പറഞ്ഞാൽ മതി. ബൈബിളിലെ വാക്യം കൂട്ടി എന്നെ പറയാമോ? മനസ്സിലായോ?
എനിക്കും നിനക്കും തമ്മിൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു. നീ അതിനേക്കാൾ രസമല്ല. അമ്മ ചെന്ന് കരഞ്ഞോണ്ട് അപ്പനോട് പറഞ്ഞു, അവനെന്നോട് പെറ്റ അമ്മയാ, എന്നോട് പറഞ്ഞേ കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, ഞാൻ വിളിച്ചു കേട്ടോ പറഞ്ഞു. അപ്പൻ ചെന്ന് വിളിച്ചപ്പോ വകുപ്പിനകത്താൾ കൊണ്ട് പറഞ്ഞു, എൻ്റെ സമയം ഇതുവരെ വന്നിട്ടില്ല, എൻ്റെ നാഴിക വന്നിട്ടില്ല. അവൻ 6:50 എഴുന്നേറ്റ് 7 വണ്ടി ഒരുങ്ങുക. 3 പേരാണ് ഒരേ സമയത്ത് നിന്ന് ചെയ്യുന്നത്. ഒരാൾ മുടി ചെയ്ത് കൊടുക്കുന്നു, വേറെ ആൾ ദോശ കൊടുത്തുകൊണ്ടിരിക്കുന്നു, അപ്പൻ ഫ്രണ്ടിൽ നിന്ന് ബട്ടൺസ് ഇട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ 4ാമത്തെ ആൾ ഉണ്ടായിരുന്നെങ്കിൽ സോക്സും ഷൂവായിട്ട് ഇങ്ങനെ നിന്ന് കറണ്ടിടണ്ടേ. നമുക്കെന്തില്ല, സമയമില്ല. 1830 മോട്ടോർ വെഹിക്കിൾ ഇറങ്ങിയത്, നിരത്തിലിറങ്ങിയത്. അതിനു മുമ്പ് കുതിരപ്പുറത്തായിരുന്നു, അതിനു മുമ്പ് കഴുതപ്പുറത്തായിരുന്നു. അന്ന് എല്ലാത്തിനും സമയം ഉണ്ടായിരുന്നു. 1830 42 കിലോമീറ്റർ വേഗത്തിൽ മണിക്കൂർ കൂടുന്ന മോട്ടോർ വെഹിക്കിൾ കണ്ടുപിടിച്ചു. അന്നേരവും മനുഷ്യന് സമയമില്ല. 1856 90 മൈൽ 100 മൈൽ വേഗത്തിൽ പോകുന്ന വെഹിക്കിൾ കണ്ടുപിടിച്ചു. ആകാശത്തിലൂടെ പോകുന്ന വിമാനം കണ്ടുപിടിച്ചു. ലോക്കോ പൈലറ്റ് ഓടിക്കുന്ന ട്രെയിൻ കണ്ടുപിടിച്ചു. എന്നിട്ടും മനുഷ്യനെന്തില്ല, സമയമില്ല. ഇനി എന്നും സമയം ഉണ്ടാവുമെന്ന് പറയാൻ പറ്റത്തില്ല. ബിസിയാ എന്ന് പറയുന്നവരെ നിങ്ങൾ ഒരു ദിവസം നിന്ന് കാണും, ഒരു ബുസിയുമില്ലാതെ കയ്യും കാലും നിവർത്ത് ഒരു പെട്ടിക്കകത്ത് കിടക്കുന്ന കാണാം. എല്ലാ തിരക്കുകളും അവസാനിച്ചു. ആര് വന്നാലും കാണാൻ സമയമില്ലെന്ന് പറഞ്ഞ പുള്ളി എല്ലാവരും വന്ന് കണ്ടേച്ചു പോകുന്നുണ്ടോ? കിട്ടിയിട്ടില്ലല്ലേ? ഇല്ലല്ലേ? ആ പിടി കിട്ടിക്കോളും. സ്തോത്രം പറഞ്ഞ ദൈവത്തെ സ്തുതിച്ചാട്ടെ, സന്തോഷത്തോടെ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. എനിക്കങ്ങനെ പോയാൽ എല്ലാ കാര്യങ്ങളിലേക്കും പോകാൻ പറ്റത്തില്ല. ഞാൻ ഇന്ന് പറയുന്നു, നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ ശ്രേഷ്ഠമായ ഒരു വാക്കെടുക്കാം. ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കും എന്ന് പറ. ഞാൻ ഇനി എൻ്റെ ജീവിതത്തിൽ എനിക്ക് കർത്താവേ അങ്ങയുടെ സന്നിധിയിൽ ഒന്ന് ഇരിക്കാൻ ഞാൻ തീരുമാനിക്കുന്നു പറ. ഇത് നെഹമ്യാവിന്റെ 1ാമത്തെ ആയുധമാണ്. 2ാമത്തെ ആയുധം മക്കളെ, അവൻ ഇരുന്നു, കരഞ്ഞു. 2ാമത്തെ ആയുധം കരഞ്ഞു. നമുക്ക് എത്ര പേർക്കുണ്ട് കണ്ണുനീര്? ഞെക്കി പിടിഞ്ഞാലൊരു റൂമിൽ കിട്ടാനില്ല ചിലർക്ക്. ഹല്ലേലൂയ. അവൻ ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഓർത്ത, ദൈവം നടത്തിയ വഴികൾ ഓർത്ത, എങ്ങനെ നിന്റെ കണ്ണ് നനയാതിരിക്കും? ആമേൻ. കർത്താവ് തരാത്തതെല്ലാം കൂടി പറഞ്ഞ് പഴി പറയുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, തമ്പുരാൻ തന്നതൊന്ന് ഓർത്ത് നോക്കിയേ. അവൻ നിന്റെ തലമുറയെ തരത്തില്ലെന്ന് വൈദ്യം കിടക്കുമ്പോൾ ശത്രു പറഞ്ഞു, തലമുറയെ തന്നില്ലേ, ആ തലമുറയെ പഠിപ്പിച്ചില്ലേ, ആ തലമുറയെ വളർത്തിയില്ലേ, ആ തലമുറയ്ക്ക് വിവാഹം കഴിക്കാൻ കൃപ കൊടുത്തില്ലേ, നിന്റെ പഠിത്തം നന്നായി തന്നില്ലേ, നിനക്ക് മാർക്ക് തന്നില്ലേ, നിനക്ക് വരുമാനം തന്നില്ലേ, നിന്നെ മാനിച്ചില്ലേ? ഒന്ന് എഴുതി വെച്ച് നോക്ക്. A4 10 പേപ്പറിൽ എഴുതിയാൽ തീരാത്ത പോലെ എന്റെ ദൈവം ചെയ്ത നന്മകൾ ഓർത്താ, എന്റെ ദൈവം ചെയ്ത നന്മകൾ ഓർത്താൽ ഇന്ന് രാത്രി തീരുമോ? കരയാനൊന്നുമില്ലെങ്കിൽ ഓർത്തോ, ഓരോ മണിക്കൂറിലും ഇന്ത്യയിൽ 126 ലക്ഷം അപകടങ്ങൾ നടക്കുന്നു, ആക്സിഡന്റുകൾ. ഓരോ 24 മണിക്കൂറിലും ലോകത്തിൽ 1,50,000 പേർ മരിക്കുന്നുണ്ട്. ഓരോ മണിക്കൂറിലും ഇന്ത്യയിൽ 5,000 പേർ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. ഞാൻ ജീവനോടെ ഇരിക്കുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിന്റെ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ, തൃശ്ശൂർ മെഡിക്കൽ കോളേജിന്റെ മോർച്ചയുടെ വാതുക്കൽ 100 കണക്കിന് ആൾക്കാരെ കാത്തു നിൽക്കുന്നത് എൻ്റെ മക്കളുടെ ശവം കീറി മുറിച്ച് കുത്തിക്കെട്ടി കിട്ടാൻ വേണ്ടി, ഒന്ന് കുഴിച്ചിടാൻ, അത് പോസ്റ്റ്മോർട്ടം ചെയ്ത് കിട്ടാൻ തങ്ങളുടെ മക്കളുടെ ശവശരീരത്തിന് മുമ്പിൽ മാതാപിതാക്കൾ മോർച്ചയുടെ മുമ്പിൽ കാത്തു നിൽക്കുമ്പോൾ, നിന്റെ തലമുറയെ അനുഗ്രഹിച്ച ദൈവത്തെ, എന്റെ തലമുറയെ അനുഗ്രഹിച്ച ദൈവത്തെ, എന്റെ മക്കളെ മാനിച്ച ദൈവത്തെ, ആഴത്തിൽ ഞാൻ കിടന്നു, കൂരൽ എന്നെ മാറാ പീഡിച്ചു, ആഴിയാഴത്തിൽ ഞാൻ കിടന്നു, കൂരൽ എന്നെ മാറാ പീഡിച്ചു.
സർവദാനങ്ങൾക്കും പൂർണ്ണവിരാമമായ യേശുവേ, അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു. വീരപുത്രനെ ഹല്ലേലൂയ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു. ഉദ്ധരിക്കട്ടെ. ഒന്നാമത്തെ ആയുധം നെഹമ്യാവ് ഇരുന്നു. രണ്ടാമത്തെ ആയുധം നെഹമ്യാവ് കരഞ്ഞു. മൂന്നാമത്തെ ആയുധം മക്കളെ കുറെ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് കുറെ നാൾ ദുഃഖിച്ചു. അത് കരഞ്ഞതിന്റെ കൂടെ ഇറങ്ങി കൂട്ടി. എന്നാൽ മൂന്നാമത്തെ ആയുധം ഉപവസിച്ചു. മൂന്നാമത്തെ ആയുധം എന്താ? ചിലർ ഉപവസിക്കത്തേ ഇല്ല. പറയുന്നത് ഉപവസിച്ചാൽ എനിക്ക് അലർജിയാണ്. ഉപവസിക്കാത്തവരെല്ലാം സൂക്ഷിച്ചു. ആയുസ്സും ആരോഗ്യവും ഉള്ളപ്പോൾ ഉപവസിക്കാത്ത ചിലരെ എനിക്കറിയാം. അവർക്കിപ്പോൾ ഇഷ്ടം പോലെ ഭക്ഷണമുണ്ട്. മക്കളൊക്കെ വലുതായി, സാമ്പത്തികം ഉണ്ടായപ്പോൾ ഫ്രിഡ്ജ് നിറച്ച് ചിക്കൻ, മട്ടൺ, ബീഫെല്ലാം ഇരിക്കുന്നുണ്ട്. പക്ഷെ അവരിങ്ങനെ തുറന്നു നോക്കും. സഭാപ്രസംഗത്തിൽ ഒരു വാക്യം പറഞ്ഞിട്ട് അടയ്ക്കും, നീ കാണും തിന്നുകയില്ല. ഉപവാസമല്ല, ഇത് തിന്ന പ്രശ്നം, ഹോട്ടലിന്റെ പ്രശ്നം. അല്ലേ? നമുക്കിത് ഏത് വേണം മക്കളെ? എൻ്റെ അടുത്തൊക്കെ ഈ മാരിറ്റൽ കൗൺസിലിംഗ്, പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് ആൺപിള്ളേർ വരുമ്പോൾ എങ്ങനെയുള്ള പെൺകുട്ടിയെ വിവാഹം കഴിക്കണമെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഒന്നാമത്തെ ലക്ഷണം, കല്യാണത്തിന് ഉപവസിക്കുന്ന പിള്ളേരെ കെട്ടാവുന്ന ഉപവസമൊന്നും കേട്ടോ. ഞാൻ അങ്ങനെയുള്ളവരെ പറഞ്ഞു കൊടുത്തുള്ളൂ. ഈ കല്യാണത്തിന് മുമ്പ് ഉപവസിക്കുന്നവരെ കിട്ടാൻ വലിയ പാടാണ്. അത് ആൺപിള്ളേരാണെങ്കിൽ പെൺപിള്ളേരാണെങ്കിൽ. കല്യാണത്തിന് മുമ്പ് ഉപവസിക്കും. അങ്ങനെ ഉപവസിച്ചാൽ കല്യാണം കഴിഞ്ഞാൽ അധികം ഉപവസിക്കേണ്ടി വരിക. അതാണ് എൻ്റെ റിസൾട്ട്. ചിലർ കല്യാണത്തിന് ഉപവസിക്കല്ല, കല്യാണം കഴിഞ്ഞ് മൊത്തം ഉപവാസം. എന്നാ അവർക്കൊരു വിടുതൽ കൊടുക്കുന്നത്? എന്താ പറ്റിയ ഒരു ഭൂതഭാവത്ത് കയറിയേക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കല്യാണത്തിന് മുമ്പ് ഉപവസിക്കുന്നത്. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമുക്ക് അങ്ങനെ പോകാൻ സമയം പറയാം. വളരെ വിശദമായ ഒത്തിരി കാര്യങ്ങൾ പറയാറുണ്ട്. എല്ലാം കൂടെ ചേർത്ത് 11:45 നിർത്തണമെന്ന് ഉപദേശിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാലാമത്തെ ആയുധത്തിലേക്ക് പോകും നമ്മൾ. നെഹമ്യാവിന്റെ നാലാമത്തെ ആയുധം. സ്വർഗ്ഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു. നാലാമത്തെ ആയുധം ഏതാ? അപ്പൊ 4 ആയുധം ഒന്ന് കുറിച്ച് വെച്ചു. നെഹമ്യ 1 ഇരുന്നു എന്ന് പറഞ്ഞാൽ വെറുതെ ഇരുന്നല്ല, ദൈവസന്നിധി ഇരുന്നു. 2 കരഞ്ഞു. 3 ഉപവസിച്ചു. 4 പ്രാർത്ഥിച്ചു. ഈ 4 ആയുധം കയ്യിലുള്ളവൻ ഏത് കാര്യവും സാധിക്കും. എത്ര പേർക്ക് പറഞ്ഞ 4 ആയുധം കയ്യിലുണ്ടോ? ഈ 4 ആയുധം കയ്യിലുണ്ടോ? ഈ 4 ആയുധം കയ്യിലുണ്ടോ? ഈ 4 ആയുധം കയ്യിലുണ്ടോ? നിന്റെ കാര്യം സാധിച്ചു. ഒരു ശത്രുവിന് നിന്റെ പഞ്ചായത്തിൽ കയറാൻ പറ്റില്ല. നിന്റെ ബിസിനസ്സിനെ തകർക്കാൻ ആർക്കും കഴിയില്ല. നിന്റെ അവൻ ജീവിതത്തിന് ദോഷം വരുത്താൻ കഴിയില്ല. നിന്റെ തലമുറയെ തൊടാൻ ദൈവം സമ്മതിക്കില്ല. ഈ 4 ആയുധം കയ്യിലുള്ളവരെ നമ്മുടെ പലരും പറയുന്നതിൽ ഒരായുധമാണ്. എങ്ങനെ മക്കളെ വിടുതൽ കിട്ടിയ? പ്രാർത്ഥിച്ച ഭാഗത്ത് അത് ഒരായുധവും. അത് ചെല്ലു പറയും, എങ്ങനെയുണ്ട് ശരീരത്തിന്? സുഖമുണ്ട്. എങ്ങനെ കിട്ടി? കരഞ്ഞു ഭാഗത്ത് കരഞ്ഞു. അപ്പൊ അവര് കരഞ്ഞാ മാറ്റേ അത് ഒരായുധമുള്ളൂ. കരയുന്നതിന് അത്ര വിടുതലുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കുന്നതിന് ഇത്ര വിടുതലുണ്ടെങ്കിൽ. ചെല്ലു പറയുന്നത് അങ്ങനല്ല. പക്ഷേ ഉപവാസത്തിന് അത്ര വിടുതലുണ്ടെങ്കിൽ ഉപവസിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചിരുന്നാൽ, ഇത് 4 ഒരുമിച്ചെടുത്താലോ, ഈ ആയുധങ്ങൾ 4 കൂടെ ഒരുമിച്ച് ഉപയോഗിച്ചാലോ,
വിശ്വസിക്കുക. ഇത് വിടുതലിന്റെ രാത്രിയാ. അവൻ സഭ വിടുതലിലേക്ക് കയറുക. ഹല്ലേലൂയ. സഭ അത്ഭുതത്തിലേക്ക് കയറുക. സ്വതന്ത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവൻ ഇനി ഇന്ന് രാത്രി നമ്മൾ മതിൽ പണിയാൻ പോകും. എന്റെ കൂടെ നിൽക്കുമോ? അവൻ ചാന്ത് പടയ്ക്കാൻ ആള് വേണം, സിമെന്റ് എടുക്കുന്നവർ വേണം. മണലിപ്പ് ഇല്ലല്ലോ, എംസാൻഡാണല്ലോ. ഇതല്ലോ ഏതായാലും അതിൻ്റെ അറ്റത്തൊരു സാധനം ഉണ്ടല്ലോ. അപ്പോൾ എല്ലാ ഐറ്റംസിനും ആൾ വേണം. അപ്പൊ നമ്മൾ മതിൽ പണിയാൻ പോവാം. അമ്മേ, നെഹമ്യാവ് എഴുന്നേൽക്കുന്നത് പഴയ നിയമത്തിലും മതില് പണി നടക്കുന്നത് പുതിയ നിയമത്തിലും. നമുക്ക് യെരൂശലേമിന്റെ അക്ഷരികമായ കരിങ്കല്ലുകൊണ്ട് പണിയുന്ന മതിലല്ല. ഇന്ന് രാത്രി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് എവിടെയാണ് മതിൽ ഇടിഞ്ഞു കിടക്കുന്നത്? നമ്മുടെ മതിൽ എവിടെയാണ് ഇടിഞ്ഞു കിടക്കുന്നത്? എങ്ങനെ പണിയണം? അവിടേക്ക് നമ്മൾ പോകാൻ പോവാ. സ്തോത്രം. പോകാൻ നമുക്ക് യെശയ്യാപ്രവചനം 26-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. അന്നാളിൽ അവർ യഹൂദദേശത്ത് ഈ പാട്ട് പാടും. നമുക്ക് ബലമുള്ള ഒരു പട്ടണമുണ്ട്. അവൻ രക്ഷയെ മതിലുകളും കൊത്തളങ്ങളും ആക്കി വെക്കുന്നു. അപ്പൊ ഇടിഞ്ഞു പോയ മതിലിന്റെ പേരെന്താ? കേട്ടില്ല, ഒന്നുകൂടെ വായിക്കണം. കേട്ടില്ല, ആരും കേട്ടില്ല. അവൻ രക്ഷയെ മതിലുകളും ഹല്ലേലൂയ. അപ്പോൾ മതിലിന്റെ പേര്, ഇടിഞ്ഞു കിടക്കുന്ന മതിലിന്റെ പേരെന്താ? രക്ഷ എന്ന് പറഞ്ഞ മാത്രം പറ. ആ ഇച്ഛ അവിടെ ശരിക്കും വരുന്നില്ല. രക്ഷ. ഹല്ലേലൂയ. അപ്പൊ ഇടിഞ്ഞു കിടക്കുന്ന മതിലിന്റെ പേര് സാൽവേഷൻ. രക്ഷിക്കപ്പെട്ട സമയത്ത് നന്നായിട്ട് പോയതാ. ഈയിടെ 2-3 കല്ല് ഇടിഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. അതിലേക്കാണ് കുറുക്കം കയറുന്നത്. ഒരു ദൈവ സന്ദേശം എന്ന രാത്രി നിങ്ങളുടെ വെക്കുകയാണ്. ദാവീദ് ഇങ്ങനെ പറഞ്ഞ 51-ാം സങ്കീർത്തനത്തില്, എന്റെ രക്ഷ നഷ്ടപ്പെട്ടിട്ടില്ല, പക്ഷെ രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഇപ്പോഴും നീ ദൈവസഭയിലാണ്, ഇപ്പോഴും നീ പെന്തക്കോസ്തിലാണ്, ഇപ്പോഴും നീ ആരാധനയ്ക്ക് പോകുന്നുണ്ട്, പക്ഷെ നിന്റെ സന്തോഷം തിരികെ കിട്ടിയിട്ടില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി തമ്പുരാൻ പറയാ, ആ മതിലൊന്ന് പുതുക്കി പണിയണം, ആ മതിലൊന്ന് നന്നായിട്ട് പണിയണം. അതിന് ഇടിഞ്ഞു കിടക്കുന്ന മേഖലകളല്ല ഇന്ന് രാത്രി ഒന്ന് പണിതെടുക്കുവാൻ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി വിളിച്ചു പറയുക. ആ രക്ഷയുടെ മതിലൊന്ന് പണിയണമെന്ന് സ്വതന്ത്രം. ഹല്ലേലൂയ. 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 ആമേൻ. രക്ഷിക്കപ്പെട്ട ആളിന്റെ പ്രത്യേകത എന്താ? അയാളുടെ ആരാധനാ സ്ഥലം അന്വേഷിച്ച് നടക്കത്തില്ല. ആമേൻ. രക്ഷിക്കപ്പെട്ട ആളിനോട് നാളെ ആരാധനയല്ലേ പോകണമല്ലോ എന്ന് ചോദിക്കേണ്ടി വരികയല്ല. ആമേൻ. ഈ സഭയിൽ രക്ഷിക്കപ്പെട്ടവരെല്ലാം ഇന്ന് വന്നിട്ടുണ്ട്. എന്നാൽ കല്ലിടിഞ്ഞവർ കുറച്ച് പേര് നാളെ വരും. നല്ല പൊട്ടലുള്ളവർ നാളെ കഴിഞ്ഞ് വരും. ഹല്ലേലൂയ. ഇന്ന് വന്നിരിക്കുന്നവർ മുഴുവൻ അത്യാവശ്യം വലിയ ഇടിവില്ലാത്തവരാ. മറ്റവര് മൂക്കട്ടെ എന്ന് പറഞ്ഞിരിക്കണം. കൺവെൻഷൻ മൂക്കട്ടെ എന്ന് പറഞ്ഞു. സ്വന്തം പറഞ്ഞ ദൈവത്തെ സൂചിച്ചാല് சில பேர் கன்வென்ஷன் வச்சு சொன்னா 3 நாள் வர மாட்டாங்க. 1வது நாள் சொல்லுவாங்க, இன்னைக்கு அவ்வளோ ஆளவில் இருக்க மாட்டாங்க, கொஞ்சம் அப்படி மூக்கு அது இடிஞ்ச பார்ட்டிடா. ഞാൻ അന്വേഷിച്ചെന്ന് പറഞ്ഞല്ലോ കേട്ടോ. ഹല്ലേലൂയ. അമ്മ ഈ കൺവെൻഷൻ വെക്കുമ്പം വേണ്ട, ഞായറാഴ്ച ദിവസം ആരാധന ആരംഭിക്കട്ടെ. ആരാധന സഭയിൽ ആദ്യം വരുന്നത് അവരുടെ പേരാണ് വിത്ത് തേങ്ങ. എന്തുവാ മറക്കരുത്, വിത്ത് തേങ്ങ. അത് തേങ്ങ കറിക്കരയ്ക്കാനുള്ളതല്ല, അത് എന്തിനുള്ളതാണ്? വിത്തിനുള്ളതാണ്. നാളെ ഒരു തേങ്ങ ഉണ്ടാകും. എന്നാൽ ഇച്ചിലൂടെ കഴിഞ്ഞ് വരുന്നവരുടെ പേരാണ് തേങ്ങ. അതെന്തിനുള്ളതാണ്? കറിക്കരയ്ക്കാനുള്ളത്. എന്നാൽ കുറെ കൂടെ താമസം വരും, സങ്കീർത്തന സമയം, അതിൻ്റെ പേരാണ് കരിക്കൈ. എന്തുവാ കരിക്ക്? എന്തിനുള്ളതാണ്? കുടിക്കാൻ മാത്രമുള്ള. എന്നാൽ അവസാനം വരുന്നതിൻ്റെ പേരാണ് വെള്ളാക്ക. അവസാനം വരുന്നവരുടെ പേരാണ്. ഇതെല്ലാം തെങ്ങയിലുണ്ടാകുന്നതാണ്. ആ തേങ്ങ
ഇന്ന് വെള്ളക്ക വന്നിട്ടില്ല, തീരാറാണ്. സ്തോത്രം പറ. ഹല്ലേലൂയ. നമ്മൾ രക്ഷിക്കപ്പെട്ട യേശുവിനെ സ്വീകരിച്ചാൽ, നമ്മൾ യേശുവിന്റെ മകനായി കഴിഞ്ഞാൽ, യേശു നമ്മുടെ ഹൃദയത്തിനകത്തില്ലേ? പറ. ഈ രക്ഷിക്കപ്പെട്ടത് എങ്ങനെ അറിയുന്നത്? ഞാൻ പറഞ്ഞു തന്നു വിടാം. ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നു വിടാം. നിങ്ങൾ രക്ഷിക്കപ്പെട്ട ആളാണോ ഇല്ലയോ എന്നൊന്ന് അറിയാൻ എന്നാ മാർഗം? ഒറ്റ ഉത്തരം. രക്ഷിക്കപ്പെട്ട് യേശു ഹൃദയത്തിലുണ്ടെങ്കിൽ, ഹൃദയത്തിനകത്ത് യേശു ഉണ്ടെങ്കിൽ, നിങ്ങൾ യേശുവിനെ മനസ്സിലുള്ളത് യേശു ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരുടെ കുറ്റം അറിയത്തില്ല. നിങ്ങൾക്ക് ആരുടെ? കാരണം യേശുവും കുറ്റവും കൂടി ഒരുമിച്ചിരിക്കും. ഇങ്ങേ സൈഡിൽ കുറ്റവും ഇങ്ങേ സൈഡിൽ യേശു. എന്നിട്ട് കുറ്റവും യേശു തമ്മിൽ സംസാരിക്കുക. കുറ്റമേ സുഖമായിരിക്കുന്നു എന്ന് യേശു സംസാരിക്കും. ഇപ്പൊ ചിലർക്ക് മനസ്സിലായി, അപ്പൊ ഞാൻ രക്ഷിക്കപ്പെട്ടിട്ടില്ല. അപ്പടി വരട്ടും, അങ്ങനെ ചുറ്റി വരട്ടെ കാര്യങ്ങൾ. ഇതാണ് കറക്റ്റ്. നമ്മൾ രക്ഷിക്കപ്പെട്ടു. എനിക്ക് പാർശ്വ ഒരു കുറ്റവും എനിക്കത് സത്യമായിട്ട് എനിക്കത്. അദ്ദേഹത്തിന് എൻ്റെ കുറ്റം അറിയത്തില്ല. കുറ്റമില്ലാത്തതുകൊണ്ടാണ് ഇത് പറഞ്ഞപ്പോൾ വിചാരിച്ച് അപ്പൊ എനിക്ക് നിന്റെ അടുത്തിരിക്കുന്ന ആൾ കുറ്റമുണ്ട്, പക്ഷെ അത് അന്വേഷിക്കുന്ന യുവതിയല്ല എൻ്റെ യുവതി. ഇപ്പൊ നിനക്ക് 100 കുറ്റം കാണും, ഞാൻ എന്തിനാണ് ചോദിക്കുന്നത്? നീ നോക്കുന്നത് നിന്റെ കുറ്റമല്ല. നമ്മൾ ഞാനത് എനിക്ക് എൻ്റെ തന്നെ നമുക്ക് അന്നേരം ഞാൻ ഒരു കാര്യം നിങ്ങൾ ചോദിക്കട്ടെ, നിങ്ങൾ വേസ്റ്റ് ചുമന്നോളൂ നടക്കൂ? ഈ മറ്റുള്ളവരെ കൊല്ലണം, തിന്നണം, അവനെ തകർക്കണം, വെറുതെ വിടല്, ഇതിന്റെ പേര് വേസ്റ്റാണ്. ഇതിന്റെയൊക്കെ പേരെന്തുവാ? വേസ്റ്റ് ചുമക്കുന്ന ബോക്സിന്റെ പേരെന്തുവാ? വേസ്റ്റ് ബോക്സ്. അപ്പൊ ഇത് ചുമന്നുകൊണ്ടിരണം, നിന്റെ പേരെന്തുവാ? വേസ്റ്റ് ബോക്സ്. സിസിലി വേസ്റ്റ് ബോക്സ്, ഹേമ വേസ്റ്റ് ബോക്സ്, ദീപ്തി വേസ്റ്റ് ബോക്സ്. ആരും നിങ്ങളുടെ തലയിൽ ഒരു പ്രവാചകൻ എനിക്ക് കൈവിട്ടില്ല. ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം എല്ലാവർക്കും മനസ്സിലായി ഇതിനകത്ത് ആരൊക്കെ രക്ഷിക്കപ്പെട്ടവരുണ്ട്, പെടാത്തവരുണ്ട്. നിങ്ങൾ ആരോടും പറയണ്ട, മനസ്സിലാക്കി വരാം. അപ്പൊ എന്റെ കാര്യം ഓക്കെ ആയി, ഒരു തീരുമാനമായി. ഹല്ലേലൂയ. സ്വതന്ത്രം കഥാവിനെ സൂചിച്ചാൽ